നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. എനിക്ക് നല്ല സൗഹൃദമുണ്ടായിരുന്ന ആളായിരുന്നു വി.പി. രാമചന്ദ്രൻ. ഒരു പാലക്കാടൻ ശൈലിയിൽ തമിഴ് കലർന്ന പോലുള്ള തനി പ്യുവറായിട്ടുള്ള മലയാളത്തിലല്ല അദ്ദേഹം സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം എയർഫോഴ്സിലൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കാം. വി.പി. രാമചന്ദ്രൻ രാമചന്ദ്രനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി.പി. ധനഞ്ജയൻ എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട വലിയ നർത്തകൻ്റെ സഹോദരനാണ്. 81ാമത്തെ വയസ്സിൽ ഇന്നലെ അദ്ദേഹം നിര്യാതനായി. നൃത്തരംഗത്തെ പരിണതപ്രജ്ഞനായ പത്മഭൂഷൺ വി.പി. ധനഞ്ജയൻ്റെ സഹോദരൻ, കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ്, എയർഫോഴ്സിൽ കുറേ കാലം ഇരുന്നു. പിന്നെ അമേരിക്കൻ കോൺസുലേറ്റിലും പ്രവർത്തിച്ചു. ഒരുപാട് സീരിയലുകൾ, സിനിമകൾ ഒക്കെ ചെയ്തു, നാടകങ്ങൾ ഒക്കെ ചെയ്തു. ഏതൊക്കെയോ സീരിയലുകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. കുറേ കാലം അദ്ദേഹം തിരുവനന്തപുരത്ത് ഗൗരി നന്ദനം എന്ന് പറഞ്ഞ ആറ്റുകാൽ അമ്പലത്തിനടുത്തുള്ള ഹോട്ടലിൽ താമസിച്ചിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വീട് വാടകയ്ക്ക് എടുത്തും ഫാമിലിയായിട്ട് താമസിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം പാലക്കാട്ടേക്ക്, അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോയി, പയ്യന്നൂരിലേക്ക്. പാലക്കാടെന്നാണ് മനസ്സിൽ വരുന്നത്. ഭാര്യ വത്സല, മക്കൾ ദീപ, ദിവ്യ. ധനഞ്ജയനെ കൂടാതെ വി.പി. മനോമോഹൻ, വി.പി. വസുമതി, വേണുഗോപാലൻ മാസ്റ്റർ, രാജലക്ഷ്മി, മാധവിക്കുട്ടി, പുഷ്പവേണി എന്നിവരാണ് സഹോദരങ്ങൾ. പയ്യന്നൂരിലുള്ള മഹാദേവ ഗ്രാമം സ്മൃതിയിൽ അദ്ദേഹം വിലയം പ്രാപിച്ചു എന്ന് പറയാം. 81 വയസ്സായി. പക്ഷെ കണ്ടാൽ പറയില്ല, നല്ല സുമുഖനും നല്ല പെരുമാറ്റവും നല്ല ആകാരഭംഗിയൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു വി.പി. രാമേന്ദ്രൻ. എൻ്റെ പ്രിയപ്പെട്ട വി.പി. ചേട്ടന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേണമെങ്കിൽ വിവാദമാകാവുന്ന ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. തലസ്ഥാന നഗരിയിലാണല്ലോ എൻ്റെ ജനിച്ചതും വളർന്നതും ഒക്കെ, താമസവും ഒക്കെ. ഞങ്ങളുടെ തിരുവനന്തപുരത്തെക്കുറിച്ച് പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ ഞാൻ പറയും. കനോക്കുന്ന് കൊട്ടാര വളപ്പിൽ ഒരു പട്ടി പ്രദർശനം നടത്തണം, ശ്വാന പ്രദർശനം എന്ന ഓമന പേരിട്ട് ഒരു പ്രദർശനം നടത്തുകയാണെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ ഒരു 25,000 പേരെ കിട്ടും. വലിയ വലിയ വീടുകളിലെ അമ്മച്ചിമാരും തലയിൽ കണ്ണടയൊക്കെ വെച്ച് തോടിച്ച് ചീർത്ത് ശീമപ്പന്നിയൊക്കെ പോലുള്ള ഒരുപാടെണ്ണം പട്ടി പ്രദർശനം കാണാൻ വരും. കാരണം ഒരു 3-4 മണിക്കൂർ ചിലവഴിക്കുക, അതിനാണ് വരുന്നത്. അല്ല, പുഷ്പഫല പ്രദർശനം കോർപ്പറേഷൻ നടത്തി, അതിനും കിട്ടും ദിവസവും 10-25,000 പേര്. ഇനി അത് വേണ്ട, മൈക്കിന് മുന്നിൽ തെറി പ്രസംഗം നടത്തുന്ന ആരെങ്കിലും പ്രസംഗിക്കുന്ന ഒരു യോഗമാണെന്ന് വെച്ചുള്ളൂ, അതിനും ആളെ കിട്ടും. തിരുവനന്തപുരത്ത് ഇത്തരം എന്ത് പരിപാടിക്കും ആളെ കിട്ടാൻ ഒരു പ്രയാസവുമില്ലാത്ത ജില്ലയാണ്. മറ്റ് ജില്ലകളെക്കുറിച്ച് എനിക്ക് അറിയില്ല. തിരുവനന്തപുരത്ത് കിട്ടും, എന്ത് നടത്തിയാലും കിട്ടും. ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഈ പുഷ്പഫല പ്രദർശനം കോർപ്പറേഷൻ നടത്തുമ്പോഴും ഈ ശ്വാന പ്രദർശനം നടത്തുമ്പോഴും ഒക്കെ ഈ കനോക്കുന്നിൽ ഇടിച്ച് കയറി പോകുന്ന പോലീസിനെ വേർപ്പിച്ച് കാറുകൾ പാർക്ക് ചെയ്യാനോ അങ്ങോട്ട് വിടാനും ഇങ്ങോട്ട് വിടാനും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണാം. എല്ലാം വിജയിപ്പിക്കും എന്നുള്ളതാണ്. ഈ വിജയിപ്പിക്കണമെങ്കിൽ കൂട്ടത്തിൽ ഒരു ഗാനമേള, അവിടെ ആരെങ്കിലും ഒരു ഓച്ചൻ്റെ ഗാനമേളയും കൂടെ വച്ചാൽ 100% സക്സസ് ആണ്, വിജയിച്ചിരിക്കും. സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ മോഹൻലാൽ തിരുവനന്തപുരത്ത് വരുന്നു എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും കനോക്കുന്നിലേക്ക്, അല്ലെങ്കിൽ കനോക്കുന്നിലുള്ള നിശാഗന്ധി ഓഡിറ്റോറിയത്തിലേക്ക് ജനം ഒഴുകും. അത് പാസ് വെച്ച് നടത്തിയാലും പാസ് വെച്ച് നടത്തിയില്ലെങ്കിലും ഒക്കെ ജനം ഒഴുകും. നിങ്ങൾക്കറിയാം, ഓർമ്മ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളെ എഡിറ്റർ ബീന പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലക്കാരിയായി ഉണ്ടായിരുന്ന കാലത്ത്, ഡോക്ടർ ബിജു ജനറൽ കൗൺസിലുണ്ടായിരുന്ന കാലത്ത് സംസ്ഥാന അവാർഡ് കൊടുക്കുന്ന വേദിയിലേക്ക് നിശാഗന്ധി തന്നെ മോഹൻലാലിനെ അതിഥിയായി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം കൊട്ടാര വിപ്ലവം നടത്താമോ അതെല്ലാം നടത്തി നോക്കി. പക്ഷേ അന്ന് മോഹൻലാൽ പ്രസംഗിച്ച മനോഹരമായ ഒരു പ്രസംഗമുണ്ട്. കാരണം ഇവരെല്ലാം ഇടംതടിച്ച് നിൽക്കുന്നു എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കാം. ഒന്നുമില്ലെങ്കിലും ബീന പോളിൻ്റെ ഭർത്താവ് വേണു, ക്യാമറാമാൻ വേണു, മോഹൻലാലുമായിട്ട് ഒരുപാട് സിനിമകൾ സഹകരിച്ചാണ്. പക്ഷേ അതൊന്നും ഭാര്യയായ ബീനയ്ക്ക് പ്രശ്നമല്ല. അവർ അക്കാദമി ഇരുന്നുകൊണ്ട് അക്കാദമിക്കെതിരെ കളിച്ച ഒരു കളിയായിരുന്നു അന്ന് മോഹൻലാലിനെ ഈ അതിഥിയായി സർക്കാർ വിളിച്ചതുകൊണ്ട്. പക്ഷേ A.K. ബാലനെ പോലെ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ ഒരാൾ വിളിച്ചത് തന്നെ. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും വരുമെന്നറിയാം. ഞാൻ ഏതോ TV ചർച്ചയിൽ പറഞ്ഞു, മരിച്ചുപോയ ഭാസുരേന്ദ്ര സാറും ഞാനും പങ്കെടുത്തതിൽ കനോക്കുന്നിൽ മോഹൻലാലിനെ കൂകാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. മോഹൻലാൽ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്നവനാണെങ്കിൽ അയാൾ വരികയും ചെയ്യും,
നിറഞ്ഞ കയ്യടിയോടെ അയാളെ സ്വീകരിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. ആ മോഹൻലാലിനെ അന്നത്തെ സംസ്ഥാന അവാർഡ് നടക്കുന്ന വേദിയിൽ സഖാവ് പിണറായിയേക്കാൾ കൂടുതൽ കൈയടിച്ച് ജനം സ്വീകരിക്കുന്നത് പിണറായി വിജയൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സന്തോഷം കാണണമായിരുന്നു, നമ്മളെടുത്ത തീരുമാനം തെറ്റല്ല എന്നുള്ള രീതിയിൽ. ആ മോഹൻലാലിന് ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് ഒരു അവാർഡ് കൊടുത്തല്ലോ, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ അവാർഡ് കൊടുക്കാനായിട്ട് പിണറായിയാണ് വന്നത്. പിണറായിക്ക് അപ്പോഴും അറിയാം ഇവിടെയും മോഹൻലാലിന് നല്ല കയ്യടി കിട്ടുമെന്ന്. കയ്യടി നിറഞ്ഞ കയ്യടിയായിരുന്നു. മഴ, തിരുവനന്തപുരം മുഴുവൻ കോരിച്ചൊരിയുന്ന മഴയായിട്ട് പോലും നിശാഗന്ധിയിൽ നിറഞ്ഞ സദസ്സ് കയ്യടിച്ചാണ് മോഹൻലാലിനെ സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുമ്പോൾ അതുമിനെ സംഘടിപ്പിച്ചത് BJP-കാരനാണോ, തരാതരം പോലെ സംസാരിക്കുന്ന മഹാൻ്റെ പേരിലാണോ അവാർഡ് കൊടുക്കേണ്ടതെന്നൊന്നും പിണറായി ആലോചിച്ച് കാണില്ല, ശ്രദ്ധിച്ച് കാണില്ല. അല്ലെങ്കിൽ ചിട്ടി മുതലാളിയും അദ്ദേഹമാണല്ലോ അതിൻ്റെ ചെയർമാൻ, അദ്ദേഹം ആണല്ലോ അതുകൊണ്ടാണ് നമ്മൾ വന്നതെന്ന് ഒന്നും അദ്ദേഹം പിണറായി നോക്കിയില്ല. അദ്ദേഹം വന്ന് മോഹൻലാലിന് കൊടുത്തു. മോഹൻലാൽ വളരെ മാന്യമായി രണ്ടുപേരും കുശലം സംസാരിക്കുകയും, അപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്തെ ഒരു സന്തോഷം, മോഹൻലാലിൻ്റെ മുഖത്തെ ഒരു എളിമ, 10-38 വർഷം തന്നെ തെറി പറഞ്ഞ ആളാണെങ്കിൽ പോലും ഒരു ഗുരുനാഥനെ പോലെ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊടാൻ പറ്റിയില്ല. മോഹൻലാലിന് അത്രയും കുനിയാൻ വയ്യാന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുടയിൽ തൊട്ട് തൊഴുത് ആണ് അവാർഡ് വാങ്ങിച്ചത്. എന്തായാലും ഈ ചടങ്ങിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് പിണറായി സഖാവിൻ്റെ ചിരിയായിരുന്നു. 1982 തമ്പിസാർ നിർമ്മിച്ച് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത എനിക്കും ഒരു ദിവസം എന്ന സിനിമയിലാണ് എന്നെ അദ്ദേഹം അഭിനയിപ്പിക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ ബന്ധം. അക്കാലത്ത് ഞാൻ ചെറിയ വേഷങ്ങളിലും പ്രതിനായ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഞാൻ നായകനാകുന്ന ആദ്യ ചിത്രങ്ങളിലൊന്നാണ് എനിക്കും ഒരു ദിവസം. തൊട്ടടുത്ത വർഷം നസീർ സാറും മധു സാറും ഒക്കെയുള്ള ആധിപത്യം എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലും എനിക്ക് പ്രാധാന്യമുള്ള ഒരു വേഷം അദ്ദേഹം തന്നു. 1986 ഞങ്ങളുടെ കൂടിച്ചേരലിൽ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ അനശ്വര ഗാനങ്ങളുള്ള യുവജനോത്സവം പുറത്തു വരുന്നത്. 1990 അദ്ദേഹത്തിൻ്റെ രചനയിൽ അന്തരിച്ച ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത അപ്പുവിലും ഞാനായിരുന്നു നായകൻ. അതിലെ ഗാനങ്ങൾ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ, അപ്പുവിലെ പാട്ടുകൾ അതെല്ലാം മറക്കാനാവാത്ത ഗാനങ്ങളാണ്. തമ്പിസാറിനെ പറ്റി പറയുമ്പോൾ സിനിമാ നടൻ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടിയ മഹാസൗഭാഗ്യങ്ങളിലൊന്നാണ് അദ്ദേഹം എഴുതിയ ഗാനങ്ങൾക്കൊത്ത് ചുണ്ടനക്കുകയും അല്ലാതെ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടാനായത് എന്ന്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ ആ ഇതിൽ കാണിക്കുന്ന വീഡിയോ കണ്ടു നോക്കൂ. മോഹൻലാൽ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10-38 വർഷം പുച്ഛത്തോടെ ശകാരം മാത്രം തരുന്ന മനുഷ്യൻ്റെ കാലിൽ തൊടാൻ പറ്റാത്തതുകൊണ്ട് തുടയിൽ തൊട്ട് തൊഴുത് പുരസ്കാരം വാങ്ങുന്നതും ഒക്കെ അർത്ഥഗർഭമായ ചിരിയോടെ മുഖ്യമന്ത്രി നോക്കി നിൽക്കുന്നത് അതിൽ കാണാം. നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ കാണാം. JC ഡാനിയൽ അവാർഡ് അടക്കം കേരളത്തിൽ നിന്ന് എന്തെല്ലാം വാങ്ങിക്കാമോ, അല്ലെങ്കിൽ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് പിണറായി ഭരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് എന്തൊക്കെ വാങ്ങാമോ JC ഡാനിയൽ അടക്കം വാങ്ങിയല്ലോ. എന്തെല്ലാം വാങ്ങാമോ അതെല്ലാം വാങ്ങിയിട്ട് ഇനി വേറെ എവിടെയെങ്കിലും ഒരു കളമാരി ചവിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറിയിട്ടാൽ ഒരുത്തനും എന്നെ വിമർശിക്കാനാകില്ല എന്നടക്കം. ആരും കുറിയിട്ടപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല. അദ്ദേഹം ചുമ്മാ അടിച്ചു വിടുകയാണ്, കാരണം ജനശ്രദ്ധ ഉണ്ടാകാനായിട്ട്. മറുകണ്ഠം ചാടി എന്നൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിലൊരു ചെറിയ കാവ്യെ കാണുമ്പോൾ, അല്ലെങ്കിൽ കാവ്യിട്ടില്ല എങ്കിലും പാളയംകുളം കുറിയൊക്കെ അടിച്ച് കവി വന്ന് അടുത്തിരിക്കുമ്പോൾ തീർച്ചയായും പിണറായി ചിരിക്കണമല്ലോ. അദ്ദേഹം ചിരിച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പം മനസ്സിൽ എന്താണ് ചിന്ത എന്ന് ആർക്കും അളക്കാനാവില്ല. പിണറായിയുടെ ചിരി ആർക്കും അളക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ ആ ചിരിയെ എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുർവാസാവിനെ പോലെ എല്ലാവരെയും ശപിക്കുന്ന കവി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന ഈ പുരസ്കാരം, കണ്ണമ്മലിലൊരു P. മാധവൻ നായരുണ്ടായിരുന്നു, 90 വയസ്സ് കഴിഞ്ഞ ഒരു മാധവൻ നായർ. അദ്ദേഹത്തിനാണ് സത്യത്തിൽ നൽകേണ്ടിയിരുന്നത്. കാരണം ഞാൻ അവസാനം വർക്ക് ചെയ്ത സിനിമയിൽ ഈ കണ്ണമുല്ല P. മാധവൻ നായരായിരുന്നു നായകൻ. കൊടുത്ത ചെക്ക് പോലും, അഡ്വാൻസ് കൊടുത്ത ചെക്ക് പോലും മാറാതെ 10 പൈസ വാങ്ങിക്കാതെ അഭിനയിച്ച ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് വേണമായിരുന്നു ഈ ദുർവാസാവ് തൻ്റെ പേരുള്ള ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കുന്ന പുരസ്കാരം കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് നൽകിയാൽ വേണ്ടത്ര മൈലേജ് കിട്ടില്ല എന്ന് കവിക്ക് അറിയാം. അദ്ദേഹം വന്ന് വാങ്ങിയില്ല.
അപ്പോൾ ഏതോ ബുദ്ധി കേന്ദ്രം പറഞ്ഞു കൊടുത്തതായിരിക്കണം. സാറേ, സാറ് 10-38 വർഷം തെറി വിളിച്ചെങ്കിലും നമ്മൾ മോഹൻലാൽ വന്ന് ഇത് നന്നായിട്ട് വിറ്റെടുക്കാമെന്ന് പറഞ്ഞു കാണും. അല്ലാതെ എന്ത് യോഗ്യതയിലാണ് മോഹൻലാലിന് കൊടുത്തതെന്ന് എനിക്കറിയില്ല. 38 വർഷമായിട്ട് സൂപ്പർ സ്റ്റാറുകളാണ് മലയാള സിനിമ ഭരിക്കുന്നതെന്നും മോഹൻലാൽ നന്ദിയില്ലാത്തവനാണെന്നും അതാണെന്നും ഇതാണെന്നും ഒക്കെ പറയുന്ന ആളാണല്ലോ. എന്നിട്ടും അദ്ദേഹം അവാർഡ് പ്രഖ്യാപിച്ചു. ഒരു മടിയുമില്ലാതെ മോഹൻലാൽ ഒന്ന് വാങ്ങി. പക്ഷേ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഇതൊരു നല്ല അവസരമായി എടുത്തു കാണും. വിവാദ കൊടുങ്കാറ്റിനിടയിൽ മുഖ്യനോടൊപ്പം ഒരു വേദി പങ്കിടുമ്പോൾ തന്നെ ജനത്തിന് മനസ്സിലാവുമല്ലോ. അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന മോഹൻലാൽ ഇതാ കേരള മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദ കൊടുങ്കാറ്റുകളിലൊന്നും മോഹൻലാലിൻ്റെ പേരില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താ പറയുക, തല ഉയർത്തിപ്പിടിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു നല്ല മൈലേജാണ്. ഒളിച്ചു നടക്കുന്നു എന്ന ചീത്തപ്പേരും വേണ്ടല്ലോ. അദ്ദേഹം പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങളുണ്ടാക്കിയല്ലോ. അമ്മയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡൻറ്റ് മുങ്ങി നടക്കുന്നു, ആരോടും ചോദിക്കാതെ ഭീരുവായതുകൊണ്ട് രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ തലയിൽ കണ്ണട വെച്ചൊരു ഭയങ്കര അട്ടഹാസമൊക്കെ നടത്തിയല്ലോ. മോഹൻലാൽ അതിനൊന്നും പ്രതികരിച്ചില്ല. പറയാനുള്ളത് പറയാതെ ഭംഗിയായി അദ്ദേഹത്തിന് ഒഴിയാൻ കഴിഞ്ഞു. 38 വർഷമായി തെറി പറയുന്ന ദുർവാസാവിൽ നിന്ന് മോചനം കിട്ടുമെന്ന് അദ്ദേഹം കരുതി കാണും. ഈ അവാർഡ് ഞാൻ പോയി വാങ്ങിക്കുമ്പോൾ, ദുർവാസാവിൻ്റെ പേരിലുള്ള അവാർഡ് ഞാൻ വാങ്ങിക്കുമ്പോൾ പിന്നെ ഇനി എന്നെ പറയില്ല, മമ്മൂട്ടിയെ മാത്രം തെറി വിളിക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്ന സ്റ്റോറി. കൂട്ടുകാരൻ ഷിബു ബേബി ജോണിൻ്റെ അച്ഛൻ ബേബി ജോണിൻ്റെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ പൊതുയോഗത്തിലും മോഹൻലാൽ പങ്കെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കുടിശ്ശികയുള്ള പഴവങ്ങാടി ഗണപതി അടക്കം ഏതൊക്കെയോ അമ്പലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ അക്കൗണ്ടൻറ്റ് സനലുമായിട്ട് നമ്മളൊക്കെ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ വെളുപ്പാങ്കാലത്ത് നേരിയതൊക്കെ പതിച്ച് മോഹൻലാൽ എല്ലാ ദൈവങ്ങളെയും തിരുവനന്തപുരത്ത് ആരെയൊക്കെ കുടിശ്ശിക ഉണ്ടായിരുന്ന അവരെ എല്ലാം പോയി കണ്ട് തൊഴുതു. പണ്ടാരോ പറയുമ്പോൾ അല്ലേ ഈ ഒരു അണ്ണാച്ചി, നമ്മൾ പഴംപൊരി എന്ന് പറയുന്ന അല്ലെങ്കിൽ വാഴയ്ക്കൊപ്പം എന്ന് തിരുവനന്തപുരത്ത് പറയുന്ന പഴംപൊരി ഒരു അണ്ണാച്ചി വാങ്ങിച്ചു. അപ്പോൾ അണ്ണാച്ചിയുടെ ചോദിച്ചു, എന്താ മറ്റ് വടകളെല്ലാം ഇരിക്കുമ്പോൾ ഈ പഴംപൊരി വാങ്ങിച്ചെന്ന് കേട്ടപ്പോൾ അണ്ണാച്ചി പറഞ്ഞു, പഴംപൊരി വാങ്ങിച്ചാൽ 3 കാര്യങ്ങൾ നടക്കും. അതെന്തോന്നു വെച്ചാൽ, പളം കുളന്തയ്ക്ക് കൊടുക്കാം, പളത്തിൻ്റെ പുറത്തിരിക്കുന്ന തോട് എനക്കും പൊണ്ടാട്ടിക്കും തിന്നാം, സാപ്പിടാം, അപ്പുറം ഈ പഴംപൊഴി പിടിച്ചൊക്കെ വരുമ്പോൾ കയ്യിലെല്ലാം എണ്ണയായിട്ട് അന്ത എണ്ണ തലയിലും പുറട്ടിടാം എന്ന് പറഞ്ഞതുപോലെ മോഹൻലാലിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ച് പഴംപൊരി പോലെ തന്നെ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാമെന്നായിരിക്കും മോഹൻലാൽ കരുതിയത്. പക്ഷേ മോഹൻലാലിനറിയില്ല, മോഹൻലാലിന് പലരെയും അറിയില്ല എന്നുള്ളതാണ്. 12 വർഷക്കാലം കുഴലിലിട്ടാലും ചില മൃഗങ്ങളുടെ വാല് നൂരില്ല. അതങ്ങനെ ഇരിക്കും. ഇപ്പോൾ ജനിച്ചതുപോലെ തന്നെ വീണ്ടും വളയും. 12 വർഷം കഴിഞ്ഞാലും അത് വളയും എന്ന ചരിത്ര സത്യം മോഹൻലാൽ ചിന്തിച്ച് കാണില്ല എന്നെനിക്ക് തോന്നുന്നു. ജാത്യാലുള്ളത് തൂത്താ മാറില്ല എന്ന് ഇനിയെങ്കിലും മോഹൻലാൽ അറിയട്ടെ. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിറ്റ് ഉണ്ണരുത്. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിറ്റ് ഉണ്ണരുത്. മലർന്നു കിടന്നു തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്. നമസ്കാരം. 1978 2 ജന്മം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിലാണ് ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ മോഹൻലാൽ നിന്നത്. നമ്മൾ തിരനോട്ടത്തെ പറ്റി പറയും, മഞ്ഞിലുരിഞ്ഞ പൂക്കളെ പറ്റി പറയും. പക്ഷേ 78 2 ജന്മം എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെറ്റിലാണ് മോഹൻലാൽ ആദ്യമായി ക്യാമറയുടെ മുന്നിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം അഭിനയിച്ചത്. 2024 മലൈക്കോട്ട വാലിബനാണ് റിലീസായ മോഹൻലാലിൻ്റെ അവസാനത്തെ ചിത്രം. അപ്പോൾ മലൈക്കോട്ട വാലിബൻ 2 ജന്മം മുതൽ മലൈക്കോട്ട വാലിബൻ വരെ 357 സിനിമകളിൽ മോഹൻലാൽ സ്ക്രീനിൽ വന്നു. ഇതിൽ 3 സിനിമകളിലാണ് മോഹൻലാൽ നമ്മൾ ഇവിടെ പറയുന്ന നമ്മുടെ പ്രശസ്തനായ ദുർവാസാവ് കവിയുടെ സിനിമയിൽ നടിച്ചിട്ടുള്ളത്. മമ്മൂട്ടി 2 സിനിമകളിൽ അഭിനയിച്ചു. അപ്പോൾ 357 സിനിമകളിൽ 3 എണ്ണത്തിലേ ഇദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചുള്ളൂ. പക്ഷേ ആ 3 പടം വെച്ചുകൊണ്ട് അദ്ദേഹം എന്തൊക്കെ കഴിഞ്ഞ 38 വർഷമായിട്ട് പറയുന്നു നിങ്ങൾ ആലോചിച്ചു. മുൻപൊരു പരിപാടിയിൽ ഞാൻ പറഞ്ഞ വിഷയമാണെങ്കിലും ദുർവാസാവ് നിരന്തരം കള്ളങ്ങൾ പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ചരിത്ര സത്യം പറയേണ്ടി വരുന്നു. മലയാള സിനിമയുടെ ചരിത്രം പറയാൻ താനാരാ? എൻ്റെ പേരിനി ഉച്ചരിച്ചാൽ നീ വിവരം അറിയും.
നിൻ്റെ ചാനൽ ഞാൻ പൂട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ വലിയ മനുഷ്യനാണ് ഈ ദുർവാസാവ്. എന്നാലും എനിക്ക് പ്രേക്ഷകരെ പറ്റിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് ഈ ചാനലിൽ പേര് ഉപയോഗിക്കുന്നില്ല. എന്തായാലും പേര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞല്ലോ. ഞാൻ ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലി എടുത്ത് നോക്കി. അതിൽ ശ്രീ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ അല്ല, പൊതുവായ ഒരു വാക്കാണ് ശ്രീ. ഐശ്വര്യത്തിൻ്റെയൊക്കെ പര്യായമല്ലേ ശ്രീ. പിന്നെ കുമാരൻ, ഒരുപാട് പേർക്കില്ലേ, വിജയകുമാരൻ, സുകുമാരൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർക്ക് കുമാരനുണ്ടല്ലോ. അപ്പോൾ അതും ഇദ്ദേഹത്തിനല്ല റൈറ്റ്. പിന്നെ അദ്ദേഹം ജനിച്ച ഈ നായരുടെ വകഭേദമായ തമ്പി, അതും അദ്ദേഹത്തിൻ്റെ കുത്തകയല്ല. എങ്കിൽ പോലും ഇത്രയും സീനിയറായൊരു മനുഷ്യൻ എൻ്റെ പേരിന് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അതിനേക്കാളും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അനുയോജ്യമായ പേര് ദുർവാസാവ് തന്നെന്ന് ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യൂട്യൂബ് എന്നാൽ ഏത് പട്ടിക്കും കാഷ്ടിക്കാവുന്ന കക്കൂസാണ് എന്നാണ് ഈ ദുർവാസാവ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ കണ്ടെത്തൽ. എന്തു പറയാനല്ലേ, വയസ്സ് കുറേ ആയാലും സമൂഹം നമ്മളെ പുച്ഛിക്കില്ലെന്ന് ചിലർക്ക് തോന്നില്ല. അതാണ് പ്രശ്നം. യൂട്യൂബ് എന്നാൽ ഏത് പട്ടിക്കും. അദ്ദേഹത്തിനുണ്ട് യൂട്യൂബ്, അപ്പോൾ അദ്ദേഹത്തിനോട് ചേർത്തായിരിക്കും അദ്ദേഹം പറയുന്നത്. പട്ടികളെ പറയുമ്പോൾ അദ്ദേഹം കൂടെ ചേർന്നാണല്ലോ. യൂട്യൂബ് എന്ന് പറയുമ്പോൾ അദ്ദേഹവും യൂട്യൂബ് നടത്തുന്നുണ്ട്. രസം വയ്ക്കുന്നതും മുളവില്ലാതെ ചമ്മന്തി അരിക്കുന്നതൊക്കെ പറയുന്നൊരു യൂട്യൂബ് ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്തായിരിക്കും അദ്ദേഹം പറഞ്ഞത് യൂട്യൂബ് എന്നാൽ ഏത് പട്ടിക്കും കാഷ്ടിക്കാവുന്ന കക്കൂസാണ് എന്ന് പറയുന്നത്. അതൊരു കക്കൂസാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അത് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലാതെ ഇങ്ങനെ ചത്ത് കിടക്കുന്നത്. എനിക്കിപ്പോൾ തോന്നുന്നത് ഈ കക്കൂസ് ഉള്ളതിനാലാണ് പല മാലിന്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ തള്ളാനോ പറ്റുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ പ്രിൻറ്റിംഗ് മീഡിയ ആകുമ്പോഴേ ഒരു അഭിമുഖം കൊടുത്തു എന്ന് വെച്ചോളൂ. ഇപ്പം ഞാനയ്ക്ക് അല്ലെങ്കിൽ വെള്ളി നക്ഷത്രത്തിന് അല്ലെങ്കിൽ ചിത്രഭൂമിക്ക്, സ്റ്റാർ ആൻഡ് സ്റ്റൈലിൽ ഏതെങ്കിലും ഒരു അഭിമുഖം കൊടുത്താൽ അതിൽ വങ്കത്തരങ്ങൾ പറഞ്ഞാൽ വായനക്കാരെ പേജിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു കത്തെഴുതാം. പക്ഷേ അത് കൊടുക്കണമെന്നില്ല ആ പത്ര ഉടമസ്ഥർ. യൂട്യൂബിലാകുമ്പോൾ അപ്പം തന്നെ കമൻറ്റ് താഴെ വരുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ മറുപടി നമുക്ക് വേറൊരു പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റും. യൂട്യൂബ് കൊണ്ട് എനിക്ക് തോന്നിയ ഒരൊറ്റ ഉപകാരം അതാണ്. നമുക്ക് ആരെ പറ്റിയും പറയാനുള്ളത് പറയാം. അത് ഏത് ഭാഷയിലും പറയാം, മാന്യമായിട്ട് പറയാം, സഭ്യമായി പറയാം, ചീത്തയോടെ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിനെ ഞാൻ തള്ളി പറയില്ല. അഭിമുഖം എന്ന പേരിൽ ഏതെങ്കിലും സിനിമ പ്രസിദ്ധത്തിൽ നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ പറഞ്ഞ് വർഷങ്ങളോളം സുഖിച്ചിരുന്നവർക്കാണ് ഇപ്പോൾ ഈ യൂട്യൂബ് വന്നപ്പോൾ പുലുവാലായത്. മറ്റത് മദ്രാസിലൊക്കെ ഇരുന്ന് വിടുവായുത്തനങ്ങൾ പറഞ്ഞാലേ ആരും മറുപടി പറയില്ല. അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് വായിച്ചാൽ കളയും. 1.25 രൂപയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് വലിച്ചെറിയും കളയും. പണ്ട് എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമ വാരികകൾ ടോയ്ലറ്റിലിരിക്കുമ്പോഴാണ് വായിക്കാറുള്ളത്. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി, ഇങ്ങനെ പറയാമോ. പക്ഷേ ഇപ്പോൾ കാലങ്ങൾ കഴിഞ്ഞ് നമ്മൾ പഴയ പ്രസിദ്ധീകരണങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന വീരശൂര പരാക്രമികൾ പറഞ്ഞിട്ടുള്ള വങ്കത്തരങ്ങളൊക്കെ വായിക്കുമ്പോൾ ടോയ്ലറ്റിൽ ഇരുന്ന് വായിക്കാനേ അത് കൊള്ളാവൂ എന്ന് എനിക്ക് തോന്നുന്നു. വായിക്കാൻ എന്നല്ലാതെ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ആധുനിക വാർത്താ സങ്കേതങ്ങൾ ഇപ്പോൾ സജീവമായതോടുകൂടി നമുക്ക് കൃത്യമായി കള്ളത്തരങ്ങളെ പൊളിക്കാനാവും. ഈ കവി ദുർവാസാവ് സ്ഥിരമായി പറയുന്നത് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും താരമാക്കിയത് ഞാനാണ് എന്നൊരു പച്ചക്കള്ളമാണ് അദ്ദേഹം പറയുന്നത്. നല്ല അപാരമായി തൊലിക്കെട്ടിയുള്ളവർക്കേ അത് പറയാൻ പറ്റൂ. അദ്ദേഹം എങ്ങനെ അദ്ദേഹം ആരെയും താരമാക്കിയിട്ടില്ലെന്നേ. ഇപ്പം തന്നെ ഒരു സൈഡ് റോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ചെയ്യുന്നൊരു വേഷം, അടർവാസിക്ക് മസാജ് ചെയ്യുന്നൊരു വേഷമാണ് ജഗദീഷ് ശിവകുമാർ ചട്ടമ്പി കല്യാണിയിൽ ചെയ്തത്. ഇപ്പോൾ ചോദിച്ചാൽ പറയും ഞാനാണ് അവനെ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതുപോലെ മണിയമ്പിള്ള രാജുവിന് ആദ്യമായിട്ട്, മണിയമ്പിള്ള രാജുവിന് പോലും ആ സിനിമ കണ്ടാൽ മനസ്സിലാവുമെന്നോ മണിയമ്പിള്ള രാജുവാണ് അത് നിൽക്കുന്നതെന്ന്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മൾ കേട്ടോണ്ടും ഇരിക്കും. മോഹൻലാൽ കാലിൽ തൊട്ട് തൊഴുത് എന്താ പറയുക, ഇപ്പോൾ അനുഗ്രഹം വാങ്ങിച്ച് ഷീൽഡ് വാങ്ങിച്ചു. മമ്മൂട്ടിയാണെങ്കിൽ നിശബ്ദനാകുകയും ചെയ്തതിനാൽ ഈ പറയുന്ന കള്ളത്തരങ്ങൾ ഒരു ചെറിയ പക്ഷമെങ്കിലും വിശ്വസിക്കും. കാരണം മോഹൻലാൽ ഇത്രയും തെറി പറഞ്ഞിട്ട് 38 വർഷമായിട്ട് തെറി പറഞ്ഞിട്ട് മോഹൻലാൽ വന്ന് കാലിൽ തൊട്ട് തൊഴുത് അല്ലെങ്കിൽ തുടയിൽ തൊട്ട് തൊഴുത് അവാർഡ് വാങ്ങിച്ചില്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ശരിയായിരിക്കും എന്ന് നമുക്ക് തോന്നും. ഈ മമ്മൂട്ടിയും മോഹൻലാലും ഇത്രയ്ക്ക് നന്ദിയില്ലാത്തവന്മാരാണോ, ക്രൂര മനസ്സുള്ളവരാണോ എന്ന് ചിന്തിക്കും. ഇതൊന്നും അറിഞ്ഞിടാത്തവർ പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നന്ദി കിട്ടവന്മാരാണോ ഈ മമ്മൂട്ടി മോഹൻലാലും? ആ ദുർവാസാവ് പറയുന്നത് കേട്ടില്ലേ, അദ്ദേഹം സൂപ്പർ താരമാക്കിയ 2 പേരും അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞു എന്ന്. എന്നാൽ സത്യം അതാണോ? 1980 ഫാസിൽ എന്ന് പറഞ്ഞ നവാഗതൻ സംവിധാനം ചെയ്ത നവോദയം നിർമ്മിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനിലൂടെ മോഹൻലാൽ വില്ലൻ വേഷത്തിലാണെങ്കിലും നായക പരിവേഷം നേടിയെന്ന് ഞാൻ പറയും. കാരണം അതിൽ ശങ്കർ ഒരു ചോക്ലേറ്റ് നായകനായിട്ട് അഭിനയിച്ചെങ്കിലും കയ്യടി മുഴുവൻ കിട്ടിയത് മോഹൻലാലിനല്ലേ.
നായക പരിവേഷം തന്നെ അയാൾ മഞ്ഞളുരിഞ്ഞ പൂക്കളിലൂടെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ അദ്ദേഹം നേടി. IV ശശി എന്ന സൂപ്പർ ഹിറ്റ് ഡയറക്ടറുടെ അഹിംസ, ആദ്യ സിനിമയിൽ തന്നെ തൻ്റെ കയ്യൊപ്പ് പതിച്ച ഭദ്രൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു, സഹപാഠിയും കൂട്ടുകാരനും ഒക്കെയായ തിരനോട്ടത്തിൻ്റെ ആദ്യ സിനിമയായ തിരനോട്ടത്തിൻ്റെ സംവിധായകനായ അശോക് കുമാറിൻ്റെ തേനും വയമ്പും, ഇത്തരം ചിത്രങ്ങളടക്കം മോഹൻലാൽ എന്ന അഭിനേതാവ് ഊതിക്കാച്ചിയ പൊന്ന്, അട്ടിമറി, തകലുകൊട്ടാമ്പുറം, ധ്രുവസംഗമം, ധ്വനി, സഞ്ചാരി അടക്കം 10 സിനിമകളിൽ അഭിനയിച്ച ശേഷമാണ് ഈ പറഞ്ഞ നമ്മുടെ കവി ദുർവാസാവിൻ്റെ എനിക്കും ഒരു ദിവസം എന്ന നെടുപടി വേണു നായകനായ സിനിമയിലെത്തുന്നത്. നമ്മൾ അങ്ങനെയല്ലേ അതിൻ്റെ ചരിത്രം കാണേണ്ടത്. 10 സിനിമ വേറെ ചെയ്തു, അതിൽ മഞ്ഞളുരിഞ്ഞ പൂക്കൾ 100-ാം ദിവസം വരെ ആഘോഷിച്ചു. കേരളം മുഴുവൻ മോഹൻലാൽ എന്ന് പറഞ്ഞ പുതുമുഖത്തിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്താണ് പ്രഭാ നരേന്ദ്രൻ എന്ന് പറഞ്ഞ് നടു റോഡിൽ വന്ന് പൂർണിമ ജയറാമിനെ തടഞ്ഞു നിർത്തുന്ന ആ ഷോട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ആലോചിച്ചാൽ കിട്ടും. അപ്പോൾ അതിനുശേഷം അയാൾ 10 പടം ചെയ്ത ശേഷമാണ് നെടുപടി വേണു നായകനായ. അന്നത്തെ കാലത്ത് ഇറക്കിയ പരസ്യങ്ങളിലൊന്നും നെടുപടി വേണുവും വനിതയും സീമയും അല്ലാതെ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ ആളുടെ തല പോലും ഇല്ല. ഞാൻ ഇത് കാണിക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ പൂർണിമയുടെ ഭർത്താവായിരുന്നുവെങ്കിൽ തേനും വയമ്പിൽ റാണി പത്നിയായിരുന്നു മോഹൻലാലിൻ്റെ നായിക. എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിൽ ശങ്കറാണ് നായകനെങ്കിലും മേനകയായിരുന്നു ആ ചിത്രത്തിൽ കൂടെ ഉണ്ടായിരുന്നത്. ധ്രുവസംഗമത്തിലാണെങ്കിൽ ധ്രുവസംഗമം റീന എന്ന് പറഞ്ഞ നടി നിർമ്മിച്ച് നായികയായ സിനിമയാണ്. അതിൽ റീന ആയിരുന്നു നായിക. 10 സിനിമകൾ കഴിഞ്ഞു വന്ന എനിക്കും ഒരു ദിവസത്തിൽ മോഹൻലാലിന് അതിൽ രാജ്കുമാർ അടക്കം ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലൊരു വേഷം നൽകി. പക്ഷേ ഇയാൾ മിടുക്കനായതുകൊണ്ട് അയാൾ ഭംഗിയായിട്ട് ചെയ്തു. മോഹൻലാലിൻ്റെ വേഷം രാജ്കുമാറിന് കൊടുത്തിരുന്നെങ്കിൽ അയാൾ അതിനെ നശിപ്പിച്ചെന്നെ. ഇയാളിൽ കയ്യിൽ പണ്ടാര പറഞ്ഞ മരുന്നുള്ളത് കൊണ്ട് മനോഹരമായി മോഹൻലാൽ ആ വേഷം ചെയ്തു. അത് കഴിഞ്ഞ് മലയാളത്തിൽ ആദ്യത്തെ 70mm ചിത്രം പടയോട്ടം മുതൽ കേൾക്കാത്ത ശബ്ദം, ഗുരുദക്ഷിണ, പിന്നിലാവ്, ഇനിയെങ്കിലും, ചങ്ങാത്തം, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, കാറ്റത്തെ കിളിക്കൂട്, എങ്ങനെ നീ മറക്കും, വിസ, ആട്ടക്കലാശം, എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ അടക്കം 32 സിനിമകൾ ചെയ്ത ശേഷമാണ് മോഹൻലാൽ പിന്നെ ഈ ദുർവാസാവ് കവിയുടെ ആധിപത്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത്. ഇതിൽ കാറ്റത്തെ കിളിക്കൂടിലെ ഉണ്ണികൃഷ്ണനൊക്കെ എന്ത് രസമായി മോഹൻലാൽ അല്ലേ, രേവതി മോഹൻലാലും മനോഹരമായി ചെയ്ത ഭരതൻ്റെ പടമല്ലേ കാറ്റത്തെ കിളിക്കൂട്. ശശികുമാർ സാറിൻ്റെ ആട്ടക്കലാശം 100-150 ദിവസം ഓടി ജൂബിലിക്ക് അന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ നേടിക്കൊടുത്ത സിനിമയാണ്. നസീർ സാറിന് ആണ് നായകനെങ്കിലും മോഹൻലാലല്ലേ അതിൽ കസറിയത്. നാണമാവുന്നു, മേനി നോവുന്നു എന്നുള്ള ചിത്ര പാടുന്ന പാട്ടടക്കം ഉള്ള മനോഹരമായ ചിത്രമായിരുന്നു. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മ പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നവോദയ ബേബി ശാലിനി വെച്ചെടുത്ത സിനിമയിൽ എന്താ പറയുക, ശാലിനിയുടെ അച്ഛനായിട്ട് എന്ത് രസമായിട്ട് ചെയ്ത പടമാണ്. പിന്നിലാവ് മമ്മൂട്ടി അഭിനയിച്ച പി വിശ്വൻ്റെ പടമാണെങ്കിലും പിന്നിലാവിലും പാപ്പി എന്ന് പറഞ്ഞ മനോഹരമായ കഥാപാത്രമായിരുന്നു. മമ്മൂട്ടി ചെയ്യുന്ന നായക കഥാപാത്രത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട്. ബാലചന്ദ്രമേനോൻ്റെ കേൾക്കാത്ത ശബ്ദത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു, കേൾക്കാത്ത ശബ്ദത്തിലാണോ താരാട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും, മോഹൻലാൽ പാടിയൊക്കെ അഭിനയിക്കുന്ന സിനിമയായിരുന്നു. മോഹൻലാൽ ചെയ്ത ഈ വേഷങ്ങളുടെ 7 അയലത്ത് വരില്ല. ആധിപത്യത്തിൽ പ്രേം നസീറിനും മധുവിനും ബാലങ്കി നായർക്കും ശേഷം പ്രാധാന്യമുള്ള മോഹൻലാലിൻ്റെ വേഷം. കാറ്റത്തെ കിളിക്കൂട്, ആട്ടക്കലാശം, മാമാട്ടിക്കുട്ടിയമ്മയൊക്കെ 100 ദിവസം പിന്നിട്ട സിനിമകളായിരുന്നു. 108ാമത്തെ മോഹൻലാൽ അഭിനയിച്ച 108ാമത്തെ സിനിമയായിരുന്നു യുവജനോത്സവം. ആ സിനിമയോടെ മോഹൻലാൽ സൂപ്പർ താരമായി എന്നാണ് ഇപ്പോൾ മെനങ്ങാൻ നടന്ന പത്രസമ്മേളനത്തിൽ, കഴിഞ്ഞ 38 വർഷമായിട്ട് പറയുകയാണ്. മെനങ്ങാന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിലും ഈ ദുർവാസാവ് കവി പറയുകയാണ് സൂപ്പർ താരമായി എന്ന് പറയുന്നെങ്കിൽ സത്യമായിട്ട് എനിക്ക് തോന്നുന്നു തലയ്ക്ക് വെളിവരുള്ളവരാരും അത് വിശ്വസിക്കില്ല. സൂപ്പർ സ്റ്റാർ ആയ ശേഷമാണ് മോഹൻലാൽ യുവജനോത്സവം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഡേറ്റ് നൽകിയത് എന്നാണ് യാഥാർത്ഥ്യം. ഞാനങ്ങനെ പറയും. കാരണം വിൻസെൻ്റ് മാഷ് സംവിധാനം ചെയ്ത ശ്രീകൃഷ്ണപരന്ത് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ എഴുതിയ നോവലാണല്ലോ. ബോയിങ് പ്രിയദർശൻ്റെ എന്താ പടമായിരുന്നു. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, സന്മനസ്സുള്ളവർക്ക് സമാധാനം, അരം പ്ലസ് അരം കിന്നരം, ലക്ഷ്മണരേഖ, ഇടനിലങ്ങൾ, മിഴിനീർപ്പൂക്കൾ, ഇവിടെ തുടങ്ങുന്നു ശശികുമാർ സാറിൻ്റെ ഒരു പടമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. അതിലെ പോലീസ് ഓഫീസർ SI ആയിട്ട് മോഹൻലാൽ ഫൈറ്റിലൊക്കെ കാണിച്ചിരിക്കുന്ന മികവ്. അപ്പുണ്ണി സത്യനന്ദിക്കാടിൻ്റെ അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, പൂച്ചക്കരു മുക്കുത്തി, നാണയം, കുയിലിനെ തേടി, കരിമ്പിൻ പൂവിന് അക്കരെ തുടങ്ങി ഒന്നിനൊന്ന് മെച്ചമായ സിനിമകൾക്കും ആധിപത്യത്തിന് ശേഷമാണ് യുവജനോത്സവത്തിലും എന്താ പറയുക 3 വർഷം കൊണ്ട് 1983 മുതൽ 86 വരെ 3 വർഷം കൊണ്ട് അദ്ദേഹം നിരവധി സൂപ്പർ ഹിറ്റായ സിനിമകൾ ചെയ്ത ശേഷമാണ് യുവജനോത്സവത്തിന് ഡേറ്റ് നൽകിയത്. പക്ഷേ ഇദ്ദേഹം കള്ളം പറയും.
ഈ ചരിത്രം വളച്ചൊടിക്കുന്ന ഒരു മഹാനാണ്. അദ്ദേഹം പറയും ഞാനാണ് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കിയത് യുവജനോത്സവത്തിലൂടെ എന്ന് പറയും. ഇത് ചരിത്ര സത്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ദുർവാസാവ് പറയുന്നത് യുവജനോത്സവവും സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കിയത് യുവജനോത്സവം എന്ന സിനിമയാണെന്ന് പറയും. അതിനുശേഷം ഈ ചിത്രത്തിന് ശേഷം ലാൽ എനിക്ക് ഡേറ്റ് നൽകിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു സൂപ്പർ ഹിറ്റ് സിനിമ കൊടുത്ത് ഇയാളെ ഒരു സൂപ്പർ സ്റ്റാറാക്കിയ ശേഷം നന്ദിയില്ലാത്തവനായതുകൊണ്ട് എനിക്ക് ഡേറ്റ് പിന്നെ തന്നിട്ടില്ല എന്നാണ് വാസ്തവത്തിൽ സത്യം അതല്ല, ചരിത്രം അതല്ല. കടൽമുത്ത് എന്ന് പറഞ്ഞൊരു നോവൽ ഇദ്ദേഹം സിനിമയാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു സാർ സംവിധാനം ചെയ്തോളൂ, കാരണം സിനിമ മാറി വരുന്ന സമയമാണ്, അല്ലെങ്കിൽ മോഹൻലാൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അയാളുടെ ഒരു സ്റ്റാർഡം ഒരു 2 പടം കൊണ്ട് വീണ് താഴെ പോയാൽ, മമ്മൂട്ടി ഒരു 6 പടം തുടർച്ചയായിട്ട് പൊട്ടിയപ്പോൾ അദ്ദേഹത്തിന് ആക്കും വേണ്ടതായതുപോലെ മോഹൻലാൽ വീണ് പോയാൽ തീർന്നില്ലേ. അപ്പോൾ അയാളുടെ സീറ്റ് നിലനിർത്തേണ്ട അയാളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ അയാൾ പറഞ്ഞു സാർ സംവിധാനം ചെയ്തോളൂ, അതിലെ പാട്ടും എഴുതിക്കൊള്ളൂ, പക്ഷേ തിരക്കഥ വേറെ ആരെങ്കിലും കൊണ്ട് സാർ എഴുതിക്കണം. സിനിമ മാറുകയാണ് സാർ, നല്ലൊരു നിർമ്മാതാവ് പടം നിർമ്മിക്കട്ടെ. ഞാൻ 7 Arts വിജയകുമാറിനോട് പറയാം. ഇത്രയും മോഹൻലാൽ പറഞ്ഞുള്ളൂ, അല്ല മോഹൻലാൽ അഭിനയിക്കില്ല എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം കള്ളം പറയുന്നതാണ്. തിരക്കഥ എഴുതണം, പാട്ട് എഴുതണം, സംവിധാനം ചെയ്യണം, എനിക്കിതിനെ നിർമ്മിക്കണം എന്ന പിടിവാശിയിലല്ലേ ആ പ്രോജക്റ്റ് നടക്കാതെ പോയത്. അതല്ലേ യാഥാർത്ഥ്യം എന്നാണ് പ്രിയപ്പെട്ട കവിയോട്, ബഹുമാനപ്പെട്ട കവിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഈ മോഹൻലാലിൻ്റെ പേരിൽ അദ്ദേഹത്തിനൊരു അവാർഡും കൊടുത്തിട്ട് അയാൾ ആ അവാർഡും പൊക്കി പിടിച്ചുകൊണ്ട് എറണാകുളം എത്തുന്നതിന് മുമ്പ്, അമ്മയെ കാണിക്കാനായിട്ട് എറണാകുളം എത്തുന്നതിന് മുമ്പേ പത്രസമ്മേളനം സ്വന്തം പൈസ മുടക്കി, പ്രസ് ക്ലബ്ബിൽ പൈസ മുടക്കി ബുക്ക് ചെയ്തിട്ട് മോഹൻലാലിനിട്ട് ഒരു പണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ മകളുടെ കല്യാണത്തിന് വിളിച്ചു വരുത്തിയിട്ട് വീട്ടിൽ ചെന്ന് ക്ഷണിച്ച് കത്തൊക്കെ കൊടുത്തിട്ട് കല്യാണത്തിന് കയറി വരുമ്പം യവൻ വന്നേക്കണ്ട നാണം കെട്ടവൻ ഊണ് കഴിക്കാൻ എന്ന് ചോദിക്കുന്ന പോലെ ആയിപ്പോയി. സത്യം പറഞ്ഞാൽ മോഹൻലാലിന് അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുണ്ട് അതിൻ്റെ കൂടെ. അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ ചെക്കും ആ ഷീൽഡും കൂടി കൊറിയറിൽ തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ പറയും. താങ്കളുടെ കുന്ത്രാണ്ട് അടക്കുന്നു അയച്ചു കൊടുക്കണം. അതാണ് ഒരാണാണെങ്കിൽ ചെയ്യാനുള്ളത്. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യും. കാരണം ആലോചിച്ച് നോക്കൂ, ഒരു വലിയ സദസ്സിൻ്റെ മുന്നിൽ വച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു അവാർഡ് നൽകുന്നു. ആ പുരസ്കാരം വാങ്ങുന്നതിന് മുമ്പ് അയാളെ വളർത്തിയ അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുത്വം കൊണ്ടായിരിക്കാം അയാൾ ഈ മനുഷ്യൻ്റെ കാലിൽ അല്ലെങ്കിൽ തുടയിൽ തൊഴുതിട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ആ ഷീൽഡ് വാങ്ങുന്നു. എന്നിട്ട് അയാൾ മനോഹരമായി പ്രസംഗിക്കുമ്പോൾ അയാൾ നല്ല വാക്കുകളാണ് പറഞ്ഞത്. അത് വാങ്ങി അയാൾ കാറ് കയറി രാവിലെ ഏതൊക്കെ അമ്പലങ്ങളിൽ പോയിട്ട് എറണാകുളം എത്തുന്നതിന് മുമ്പേ പത്രസമ്മേളനം നടത്തിയിട്ട് പ്രസ് ക്ലബ്ബിലൊരു ഇത് വെച്ചിട്ട് അവിടെ ചെന്നിരുന്ന് തെറി വിളിക്കുന്നത് മാന്യരായ ആൾക്കാർക്ക് പറ്റിയതല്ല എന്ന് ഞാൻ പറയും. 7 Arts നിർമ്മിക്കട്ടെ എന്ന് പറഞ്ഞതിലാണ് ആ പ്രോജക്റ്റ് നടക്കാതെ പോയത്. കടൽമുത്ത് ഞാൻ മുമ്പ് ഏതൊക്കെ പ്രോഗ്രാമുകൾ പറഞ്ഞിട്ടുണ്ട്. ബാലുഗിരുത്ത് സംവിധാനം ചെയ്യുന്ന വെണ്ടർ ഡാനിയൽ എന്ന് പറഞ്ഞ പടത്തിൻ്റെ റെക്കോർഡിങ് SP വെങ്കടേഷാണ് സംഗീതം, കൈതപ്രാണ് എഴുതുന്നത്. റെക്കോർഡിങ് AVMൽ നടക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ദുർവാസാവും അവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെ സംസാരിച്ച് അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടെ കാണുന്ന ആളായിരുന്നു. ഇദ്ദേഹം പറയുന്ന വിടുവായുത്തനങ്ങളൊക്കെ കേട്ട് നിൽക്കുമ്പോൾ മോഹൻലാലിൻ്റെ ഭാര്യയുടെ അച്ഛൻ K. ബാലാജി ഒരു വലിയ കാറിൽ വന്നിറങ്ങി. കണ്ട മാത്രയിൽ ഈ കവിയുടെ അടുത്തേക്ക് വന്നു. ഹലോ മിസ്റ്റർ തമ്പി എന്നൊക്കെ വിളിച്ചു വന്ന് ഷേക്കൻ്റെ ഒക്കെ കൊടുത്തു. വർത്തമാനത്തിനിടെ അദ്ദേഹം ചോദിച്ചു, ഏതാ പുതിയ പ്രോജക്റ്റ്? ഏത് പ്രോജക്റ്റ്? നിങ്ങളുടെ മരുമകൻ നിൻ്റെ സിനിമയെ തള്ളിക്കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു. കുറേ അങ്ങോട്ട് പറഞ്ഞു. ബാലാജി ആണെങ്കിൽ നമ്മളെക്കാൾ ഹൈറ്റൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ചുറ്റും നിൽക്കുന്നവരിങ്ങനെ ചിരിച്ചോണ്ട് നോക്കിയിട്ട് ഈ വിവരദർശിയുടെ എന്ത് പറയാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നടന്നങ്ങ് പോയി. ഇത് വർഷങ്ങളായി നടക്കുന്ന കലാപരിപാടിയാണ്. എന്നിട്ടും ഇദ്ദേഹം പറയുന്നു, തിരക്കഥ എഴുതിയ പാട്ടെഴുതിയ എനിക്ക് യുവജനോത്സവം പോലെ ഒരു സൂപ്പർ ഹിറ്റ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ഒരു ഡേറ്റ് തന്നില്ല. ഇവിടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവർ മറക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെന്നിസ് ജോസഫ് എന്ന് പറഞ്ഞ ന്യൂഡൽഹി പോലുള്ള നല്ല നല്ല സ്ക്രിപ്റ്റുകൾ എഴുതിയ, ഒന്നാം തരം സ്ക്രിപ്റ്റുകൾ എഴുതിയ ഡെന്നിസ് ജോസഫ് 7 Artsന് വേണ്ടി ഒരു സിനിമ ചെയ്തു, അപ്പു. ഇദ്ദേഹത്തിൻ്റെ തിരക്കഥയാണ്, ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. ഞാൻ കേൾക്കട്ടെ. മോഹൻലാൽ ഡെന്നിസ് ജോസഫിനോട് പറയുകയാണ്, ഡെന്നീസേ, നിങ്ങൾ ന്യൂഡൽഹി പോലെ, സംഘം പോലെ, മനുവങ്കിൾ പോലെ നിങ്ങൾ എത്രയോ നല്ല സിനിമകൾ എഴുതി, കോട്ടയം കുഞ്ഞച്ചൻ പോലെ എത്രയോ സൂപ്പർ ഹിറ്റുകൾ എഴുതിയ ആളല്ലേ, നിറക്കൂട്ട് പോലെ. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ തിരക്കഥ എഴുതുകയാണെങ്കിൽ ഞാൻ വന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും തല വെട്ടുമോ? ഈ പറയുന്ന കവി ഔട്ടാവും ഇല്ലേ? അതുപോലെ ഇതിലെ പാട്ടേ, നിങ്ങൾ എന്താണ് ഡെന്നീസേ, നിങ്ങൾ ഇതിലെ പാട്ട്, നിങ്ങൾക്ക് ആ കോട്ടയം കുഞ്ഞച്ചനിലൊക്കെ പാട്ട് എഴുതുന്ന എന്താ പറയുക, ചുനക്കര രാംകുട്ടിയില്ലേ തിരുവനന്തപുരത്ത്, അദ്ദേഹത്തെ വിളിച്ച് ചെയ്യൂ, ഈ മനുഷ്യനെ കൊടുക്കരുത് എന്ന് മോഹൻലാൽ പറഞ്ഞില്ലല്ലോ.
അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന് പാട്ട് എഴുതാൻ പറ്റി. ഇദ്ദേഹം പാട്ട് പോലും എഴുതിയില്ല എന്നാണ് എൻ്റെ ഡെന്നി ജോസഫ് പറഞ്ഞത്. ഇദ്ദേഹം പാട്ടുകൾ എഴുതി ഉപയോഗിക്കാതെ വെച്ചിരുന്നൊരു പുസ്തകം, ആ പുസ്തകം എടുത്ത് ഡെന്നീസ് മറിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ 2 പാട്ടുകൾ ഞാൻ എടുത്തു എന്നാണ് എന്നോട് ഡെന്നി ജോസഫ് പറഞ്ഞു. ഇപ്പം മരിച്ചു പോയതുകൊണ്ട് എനിക്ക് തർക്കത്തിനൊന്നും വയ്യ. അതിൽ കിടക്കുന്ന 2 പാട്ട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, നല്ല വരികൾ. അതെടുത്താണ് ഡെന്നീസ് ഉപയോഗിച്ചത്. അപ്പോൾ ആരെഴുതണം, ആര് സംവിധാനം ചെയ്യണമെന്ന് സൂപ്പർ സ്റ്റാറുകൾ തീരുമാനിക്കും എന്നാണ് ഈ കവി പത്രസമ്മേളനത്തിലൊക്കെ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ശരിയായിരുന്നുവെങ്കിൽ നല്ല തിരക്കഥ എഴുതുന്ന ഡെന്നീസ് ജോസഫിനോട് താങ്കളുടെ തിരക്കഥ വേണ്ട, ഡെന്നീസ് എഴുത് എന്ന് മോഹൻലാലിന് ശടിക്കാമായിരുന്നില്ലേ? പക്ഷെ മോഹൻലാൽ ശടിച്ചിട്ടില്ലല്ലോ. ആരെഴുതണമെങ്കിൽ എഴുതട്ടെ, ഡെന്നീസ് ജോസഫിന് ഈ കവി എഴുതുന്ന തിരക്കഥയാണ് നല്ലതെങ്കിൽ ചെയ്യ്, അതിന് എനിക്കെന്താ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് മോഹൻലാലിനുള്ളത്. പക്ഷേ ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയാൽ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയും മോഹൻലാലും ആര് തിരക്കഥ എഴുതണമെന്ന് തീരുമാനിക്കും, ആര് സംവിധാനം ചെയ്യണമെന്ന് തീരുമാനിക്കും, ആര് കൂടെ അഭിനയിക്കണമെന്ന് തീരുമാനിക്കും എന്നൊക്കെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു 10-38 വർഷമായിട്ട്. അതുമാത്രമല്ല, അപ്പൂലെ പാട്ടുകൾ സംഗീതം നൽകിയത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു, സുന്ദർരാജൻ എന്ന് പറഞ്ഞൊരു നവാഗതനായിരുന്നു. ഇളയരാജയുടെ ഹാർമോണിസ്റ്റാണ് ഈ സുന്ദർരാജൻ. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്ന് പറഞ്ഞ ഒരു മനോഹരമായ പാട്ടല്ലേ, അല്ലെങ്കിൽ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമുഴി കുന്നിൽ വെച്ചോ എന്നുള്ള പാട്ട് കേട്ടാൽ ഒരു മലയാളി സംഗീതം കൊടുത്തതെന്ന് നമുക്ക് തോന്നുന്നു. സൂപ്പർ ഹിറ്റായ പാട്ടുകളായിരുന്നു അപ്പൂലുണ്ടായിരുന്നത്. ഡെന്നീസ് ജോസഫ് അഥർവം എന്ന് പറഞ്ഞ മമ്മൂട്ടിയും സിൽക്ക് സ്മിതയും വെച്ച് ചെയ്ത സിനിമയുടെ പാട്ട് കമ്പോസിങ് നടക്കുമ്പോൾ ഇളയരാജയ്ക്കൊപ്പം ഒരു 65-70 വയസ്സുള്ളൊരു മനുഷ്യൻ ഹാർമോണിയം വായിച്ചിരിക്കുന്നു. ഇളയരാജ പാടുമ്പോൾ ട്യൂൺ മറന്നു പോകാതിരിക്കാൻ അത് റെക്കോർഡ് ചെയ്യുക, പുസ്തകത്തിൽ നൊട്ടേഷനായി കുറിക്കുക, ഇതൊക്കെയാണ് ഈ പറഞ്ഞ 65-70 വയസ്സുള്ള മനുഷ്യൻ്റെ ജോലി. ഇളയരാജയുടെ ഒരു വിധേയൻ എന്ന് പറയാമെന്നാണ് ഡെന്നീസ് ജോസഫ് പറയുന്നത്. അഥർവത്തിനിടയിൽ പിറൈച്ചൂടൻ എന്ന് പറഞ്ഞ തമിഴ് ഗാനരചയിതാവിനോട് ഈ മനുഷ്യൻ ആരാണെന്ന് ഡെന്നീസ് ജോസഫ് തിരക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പിറൈച്ചൂടൻ പറഞ്ഞു, ഇത് സുന്ദർരാജൻ. MS വിശ്വനാഥിൻ്റെയും B കുമാർ എന്ന് പറഞ്ഞ വേറൊരു സംഗീത സംവിധാനം ഉണ്ടായിരുന്നു, നമ്മുടെ K ബാലചന്ദ്രൻ്റെ ആദ്യകാല സിനിമകൾ ചെയ്തിരുന്ന V കുമാറിൻ്റെയും അസോസിയേറ്റാണ്. ഇപ്പോൾ ഇളയരാജയ്ക്ക് ഒപ്പമാണ്, പ്രതിഭയുള്ളയാൾ. പക്ഷേ ഒറ്റ സിനിമ പോലും അദ്ദേഹം സംഗീതം നൽകിയിട്ടില്ല. ഞാനൊരു പടം കൊടുത്താൽ അദ്ദേഹം ചെയ്യുമോ എന്നായി ഡെന്നീസ് ജോസഫ്. പൊന്നുപോലെ ചെയ്യും സാർ എന്ന് ഈ പിറൈച്ചൂടൻ പറഞ്ഞു. 7 ആർട്സിൻ്റെ അപ്പു ചെയ്യാണ് ഡെന്നീസ്. ബോംബെ രവിയാണ് സംഗീത സംവിധാനം ആകേണ്ടത്. കാരണം 7 ആർട്സിൻ്റെ എല്ലാ പടങ്ങളും ബോംബെ രവിയാണല്ലോ. 7 ആർട്സ് വിജയകുമാറിനോട് ഡെന്നീസ് ജോസഫ് പറഞ്ഞു, ഇപ്പം മദ്രാസിൽ വിജയേട്ടൻ ജീവിച്ചിരിപ്പട്ടല്ലോ, നിങ്ങൾ ചോദിച്ചു നോക്കൂ ഇതിലെന്തെങ്കിലും കള്ളമുണ്ടോ എന്ന് അദ്ദേഹത്തിനെ വിളിച്ച് ചോദിച്ചു നോക്കൂ. ഡെന്നീസ് ജോസഫ് വിജയകുമാറിനോട് പറഞ്ഞു, എനിക്കൊരു പുതിയ സംഗീത സംവിധായകനെ അവതരിപ്പിക്കണം, സുന്ദർരാജൻ. അപ്പോൾ ചിരിച്ചുകൊണ്ട് 7 ആർട്സ് വിജയകുമാർ ചോദിച്ചത്, ബോംബെ രവിയെ തരാമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇളയരാജയുടെ ഹാർമോണിസ്റ്റിനെ മതിയോ? മതി. മലയാളിയല്ല കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമുഴി കുന്നിൽ വെച്ചോ എന്നുള്ള പാട്ട് ചെയ്തതെന്ന് ഒരാളും പറയുമെന്ന് എനിക്ക് തോന്നില്ല. അത്രയും മനോഹരമായിട്ട് ചെയ്തു. MG ശ്രീകുമാർ നന്നായിട്ട് പാടുകയും ചെയ്തു. 50 വർഷം സംഗീത രംഗത്ത് നിന്നിട്ട് എന്താ പറയുക, അസിസ്റ്റൻ്റായി മാത്രം നിന്ന ഒരു 70 വയസ്സുകാരൻ സംഗീത സംവിധായകനായി അപ്പുവിലൂടെ. സാർ, എൻ്റെ മകളുടെ കല്യാണക്കുറിയിൽ അപ്പായുടെ പേരിനൊപ്പം മ്യൂസിക് ഡയറക്ടർ എന്ന് വയ്ക്കാൻ നിങ്ങളുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞു എന്നാണ് സുന്ദർരാജൻ ഡെന്നീസ് ജോസഫിനോട് പറഞ്ഞത്. മോഹൻലാലാണ്, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറായ മോഹൻലാലാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് സംഗീത സംവിധായകനെയും ഗാനരചയിതാവിനെയും ഒക്കെ നിശ്ചയിക്കുന്നതെങ്കിൽ സുന്ദർരാജൻ സംഗീത സംവിധായകനാവുമോ? കാരണം മോഹൻലാലിന് സുന്ദർരാജൻ അറിയില്ലല്ലോ. മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ മെഗാ താരങ്ങൾ ആയ ശേഷം ഏതെങ്കിലും നായകനെ തോൽപ്പിക്കുന്ന സിനിമ വന്നിട്ടുണ്ടോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ചോദ്യം. ഒരു പെണ്ണിൻ്റെ കഥയിൽ സത്യൻ മാഷ് ചെയ്ത പോലത്തെ വേഷം മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്യുമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ദുർവാസാവ് ചോദിക്കുകയാണ്, പെണ്ണിൻ്റെ മുമ്പിൽ തോക്കുന്ന ഒരു വേഷം മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്യുമോ സത്യമാഷിനെ പോലെ? ഒന്നാമത് സത്യമാഷ് ചെയ്തിരുന്ന കാലത്തെ, മധുസാർ ചെയ്തിരുന്ന കാലത്തെ പോലുള്ള സിനിമകൾ മോഹൻലാലും മമ്മൂട്ടിയും വന്നപ്പോഴേക്കും അസ്തമിച്ചു കഴിഞ്ഞു. പിന്നെ നോവലുകളൊന്നും സിനിമ ആയിട്ടില്ല, വളരെ കുറച്ച്. ശ്രീഷപരത്ത് പോലെ ചില നോവലുകൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ VK അപ്പുണ്ണി പോലുള്ള ചില്ലറ സിനിമകളെ ആയിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഒരു പെണ്ണിൻ്റെ കഥയിൽ മാധവൻ തമ്പി എന്നുള്ള വേഷത്തിൽ സാവിത്രി എന്ന് പറയുന്ന ഷീലാമ്മ ചെയ്ത വേഷത്തിൻ്റെ മുന്നിൽ തോറ്റുപോകുന്ന കഥാപാത്രം പോലെ ഏതെങ്കിലും മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്യുമോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. രാജാവിൻ്റെ മകൻ എടുത്തു നോക്കൂ. ഇദ്ദേഹം സൂപ്പർ സ്റ്റാറായ രാജാവിൻ്റെ മകനിൽ ആൻസി എന്ന് പറഞ്ഞ
അയാളുടെ മുൻ കാമുകിയുടെ ഭർത്താവിൻ്റെ വെടിയേറ്റ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നേതൃത്വത്തിൽ പോലീസിൻ്റെ വെടിയേറ്റാണ് വിൻസെൻ്റ് ഗോമസ് എന്ന് പറഞ്ഞ നായകൻ മരിക്കുന്നത്. വേണമെങ്കിൽ മോഹൻലാലിന് ശ്രീനിവാസൻ സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമ പറഞ്ഞ പോലെ എന്നെ അങ്ങനെ പടത്തിൻ്റെ ക്ലൈമാക്സിൽ വെടിവെച്ച് കൊന്നാൽ നന്നാവില്ല എന്ന് പറഞ്ഞൂടെ. എന്ന് മാത്രമല്ല, രാജാവിൻ്റെ മകൻ ചെയ്യാനായിട്ട് ഡെന്നിസ് ജോസഫ് കണ്ടത്, അല്ലെങ്കിൽ തമ്പി കണ്ണന്താനം കണ്ടത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി തമ്പി കണ്ണന്താനത്തിനെ നിരുത്സാഹപ്പെടുത്തി, നീ നല്ല ഡ്രൈവറൊക്കെ തന്നെ, നീ നല്ല സംവിധാനമൊന്നുമില്ല, നീ വേറെ ജോലി നോക്ക് എന്ന് പറഞ്ഞ് വിട്ടപ്പോഴാണല്ലോ മോഹൻലാലിനെ ഡെന്നിസ് ജോസഫും തമ്പി കണ്ണന്താനം കൂടെ കാണുന്നത്. കഥ പോലും ചോദിക്കാതെ ഞാൻ 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 ചെയ്യാം എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു എന്നാണ് ഡെന്നിസ് ജോസഫ് തന്നെ പലവട്ടം പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജാവിൻ്റെ മകനിലെ ആൻസി, അവളുടെ കാമുകൻ രതീഷ് ചെയ്യുന്ന വേഷത്തിൻ്റെ മുന്നിൽ വെച്ച് പോലീസുകാർ വെടിവെച്ച് കൊല്ലുന്ന ആ കഥാപാത്രം വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല എന്ന് മോഹൻലാൽ വാശി പിടിക്കാമായിരുന്നല്ലോ. പക്ഷേ മോഹൻലാൽ വാശി പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ രാജ്കുമാർ സംവിധാനം ചെയ്ത കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന് പറഞ്ഞൊരു പടം വന്നു. അതിൽ ഭദ്ര എന്ന് പറയുന്ന കരുത്തുറ്റ ഒരു പെൺകുട്ടി നായിക കഥാപാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ദുർവാസാവിന് അറിയില്ലേ എന്ന് എനിക്കറിയില്ല. നടേശൻ മുതലാളിയായിട്ട് തിലകൻ ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകൻ ഉത്തമനായിട്ട് ബിജു മേനോനാണല്ലോ അഭിനയിച്ചത്. അതൊരു സ്ത്രീപക്ഷ സിനിമയല്ലേ? അതെന്താ ഇദ്ദേഹം ഒരു പെണ്ണിൻ്റെ കഥ പറയുമ്പോൾ അദ്ദേഹം കണ്ണെഴുതി പൊട്ടും തൊട്ടും കൂടെ പറയാത്തത്? MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ IV ശശി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്താ? അതുവരെ ഈ ജയരാജൻ, PK ജയരാജൻ എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് വളരാൻ വേണ്ടി എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യോ അതെല്ലാം ചെയ്ത ഒരു മനുഷ്യൻ്റെ കഥയാണല്ലോ അത്. അവസാനം എന്താ ചെയ്യണേ? ചുറ്റിനും പോലീസുകാർ വളയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ തോക്കാൻ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ അഗാധമായ ഗർത്തത്തിലേക്ക് ചാടിയല്ലേ ജയരാജൻ മരിക്കുന്നത്. അതല്ലേ പടത്തിൻ്റെ ക്ലൈമാക്സ്. മോഹൻലാൽ പറഞ്ഞൂടെ, ഞാൻ സൂപ്പർ സ്റ്റാറാണ്, ചാവുന്ന പ്രശ്നമില്ല, ഈ പോലീസുകാർ വേണമെങ്കിൽ അഗാധ ഗർത്തത്തിലേക്ക് ചാടിക്കോട്ടെ എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ മോഹൻലാൽ ചാടിയിട്ട് സൂപ്പർ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടി അവിടെ ഒരു മരത്തിൽ തൂങ്ങിക്കിടന്നൂടെ? രണ്ടാം ഭാഗം എടുക്കായിരുന്നു. മോഹൻലാൽ ചെയ്തിട്ടില്ല. അതുപോലെ MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത സതയം എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്. ഈ ദുർവാസാവ് ഇതൊന്നും കണ്ടിരിക്കില്ല. അതിലെ സത്യനാഥൻ എന്ന് പറഞ്ഞ അയാൾ എത്ര പെൺകുട്ടികളെ കൊന്നിട്ട് തൂക്ക് കയറ് വാങ്ങിച്ച്, എന്താ പറയുക, തൂക്ക് കയറിന് വേണ്ടി കാത്തു കിടക്കുന്ന കഥാപാത്രമല്ലേ ഈ പറയുന്ന സത്യനാഥൻ. വേണമെങ്കിൽ മോഹൻലാലിന് പറഞ്ഞോടെ, MT സാറിനോട് പറ, എനിക്ക് എന്നെ അങ്ങനെ ഒരു കഥാപാത്രം ആക്കാൻ പറ്റില്ല, എന്നെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞൊരു കഥയാക്കണം എന്ന് പറഞ്ഞൂടെ? പുണ്ണിയിലെ മേനോമാഷ് ആരെങ്കിലും മറക്കുമോ? മേനോമാഷ് ചായക്കടക്കാരൻ അയ്യപ്പൻ നേരം മോളെ പ്രേമിച്ചിട്ട് അവസാനം മുറച്ചെറുക്കനായ ഇയാൾ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടാൻ വരാൻ പറ്റാതെ പോയി. അപ്പുണ്ണി കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പൻ നായരും കൂട്ടി വന്നിട്ട് ഫസ്റ്റ് നൈറ്റ് നടന്നെങ്കിലും കുഴപ്പമില്ല, ഞാൻ കെട്ടിക്കൊള്ളാമെന്ന് പറയുന്നൊരു ക്യാരക്ടറല്ലേ മോഹൻലാൽ ചെയ്തത്. അയാൾ ഇവിടെയാണ് അതിൽ സ്റ്റാർഡം കൊണ്ടു കിടന്നത്. അല്ലെങ്കിൽ പത്മരാജൻ സാറിൻ്റെ നമുക്ക് വാർക്കാം മുന്തിരിത്തൊപ്പുകൾ, അതിലെ സോളമൻ അതിലെ നായികയായ പെൺകുട്ടിയെ അമ്മയുടെ രണ്ടാം ഭർത്താവ് എന്താ പറയുക ബലാത്സംഗം ചെയ്തിട്ട് പോലും അന്തസ്സായിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോകുന്ന ക്യാരക്ടറല്ലേ ചെയ്തത്. അയാൾ എവിടെയെങ്കിലും സ്റ്റാർഡം നോക്കിയോ? ഈ കവിക്ക് ഇതൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ താളവട്ടത്തിലെ വിനോദ്, അയാളെ അവസാനം കഴുത്ത് ഞെരിച്ച് കൊല്ലുകയല്ലേ നെടുമുടി വേണു ചെയ്ത ഡോക്ടർ. എൻ്റെ സ്റ്റാർഡത്തിൽ പ്രശ്നമാവും, ഞാൻ രാജാവിൻ്റെ മകനൊക്കെ ചെയ്ത് നിൽക്കുമ്പോഴേ എൻ്റെ കഴുത്തി പിടിച്ച് ഞെക്കി കൊല്ലാൻ പറ്റില്ല എന്ന് മോഹൻലാൽ വാശി പിടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രിയദർശനോട് പറഞ്ഞൂടെ, എടാ എൻ്റെ ഇമേജിനെ ബാധിക്കൂടെ, എന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞൂടെ? തന്മാത്രയിലെ രമേശൻ നായർ എന്താ അൾഷിമേഴ്സ് ബാധിച്ച് അവസാനം വളരെ മോശമായ ഒരു അവസ്ഥയിലെത്തിയിട്ടല്ലേ മരിക്കുന്നത്. ആണുങ്ങൾ എഴുതിയ തിരക്കഥ, ആണുങ്ങൾ സംവിധാനം ചെയ്ത സിനിമകളിൽ താരപ്പകിട്ടില്ലാതെ തന്നെ താരങ്ങൾ വേഷം കിട്ടിയിട്ടുണ്ട്. അത് സ്റ്റാർഡമൊന്നും അവർ നോക്കിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞാൻ ഇദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ വർക്ക് ചെയ്തല്ലോ. ആ സിനിമയിൽ മധുസാറാണ് നായകൻ. മധുസാറിനെ എടാ പോടാ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അതിന് വച്ചിരുന്നത് ലാലു ലക്സിനെയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് കേട്ടാൽ, ലാലു ലക്സിൻ്റെ മകനോ മകളോ ആരോ അമേരിക്കയിലുണ്ട്. അവരൊരു വില കൂടിയ കാറ് ലാലു ലക്സിന് അയച്ചു കൊടുത്തു. കണ്ട ഒരു ടെമ്പോ പോലെ ഇരിക്കും, ഹൈറ്റൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടി SP ഫോർട്ട് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറില്ല, തട്ടും, പൊക്കം കൂടിയ വണ്ടിയാണ്. അതിന് ലാലു ലക്സ് ഒരു പ്രതിവിധി കണ്ടെത്തി. ഞാൻ സത്യസന്ധമായി പറയുകയാണ്. ലാലു ലക്സ് പറഞ്ഞു, ഞാൻ അതിന് എതിർവശത്തുള്ള ഒരു ഹോട്ടലുണ്ട് ഹൈസിന്ത്, ഞാൻ അവിടെ താമസിച്ചോളാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പ്രൊഡക്ഷൻ മാനേജരോട് ഞാൻ ഇരിക്കുമ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞു, എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഹോട്ടലിൽ താമസിക്കണം, അല്ലാതെ അയാൾ പറയുന്ന ഹോട്ടലിൽ താമസിക്കാൻ പറ്റില്ല. നിസ്സാര കാര്യങ്ങൾക്കാണ് പുള്ളി ബഹളം ഉണ്ടാക്കണേ. ആ വിവരം വിളിച്ച് ലാലു ലക്സിനോട് പറഞ്ഞു. ലാലു ലക്സ് പറഞ്ഞു, എൻ്റെ വണ്ടി അവിടെ കയറില്ല, അതുകൊണ്ടാണ് SP40 കയറില്ല,
അവരെ ഗോഡൗണിൻ്റെ അടിയിലേക്ക് ഈ വണ്ടി പോകില്ല, തട്ടും. അതുകൊണ്ട് എൻ്റെ വണ്ടി ഇടാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമല്ലേ ഹൈസിന്ത്, അവിടെ ഞാൻ താമസിക്കാം. പറ്റില്ല, പ്രശ്നമായി. പ്രശ്നം എനിക്ക് വിട്ടു. ഒന്ന് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പറഞ്ഞു. ഞാൻ വിളിച്ചു ലാലു ലക്സിനെ. അദ്ദേഹം കാര്യം പറഞ്ഞു. എനിക്ക് ദിനേശ് ഈഗോ ഒന്നുമില്ല, അദ്ദേഹം പറയുന്ന പോലെ അവിടെ താമസിക്കാൻ മടിയുമില്ല. പക്ഷേ പ്രശ്നം ഇതാണ്, ഒരു കാര്യം ചെയ്യാം ദിനേശേ, എനിക്ക് SP40 കൊടുക്കുന്ന വാടക, റൂം വാടക എത്രയാണോ അത് തന്നാൽ മതി, ബാക്കി ഞാൻ കൊടുത്തോളാം. ഹൈസിന്തിലെ പൈസ കൂടുതലാണെങ്കിൽ ഞാൻ കൊടുത്തോളാം, അത് 5 സ്റ്റാർ ഹോട്ടൽ എന്തോ ആണ്. ഞാൻ ഈ വിവരം സംവിധായകനെ അറിയിച്ചു, ക്ഷിപ്രകോപിയെ അറിയിച്ചു. എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞാൽ എൻ്റെ റൂം വാടക ഞാൻ കൊടുക്കും, അയാൾ കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ കൊടുക്കും സാർ. അത് കൊടുക്കാൻ പറ്റില്ല, ഇവിടെ താമസിക്കാൻ പറ്റും. അങ്ങനെ മൊത്തം പ്രശ്നമായപ്പോൾ ലാലു ലക്സ് എന്നെ വിളിച്ച് പറഞ്ഞു, ദിനേശേ ഇപ്പം തന്നെ എനിക്ക് BP കൂടി തുടങ്ങി, ഞാൻ ഇനി ആ സിനിമയ്ക്ക് വന്നാലേ കൂടും, അത് മോശമാവും ദിനേശേ, എന്നെ അങ്ങ് ഒഴിവാക്കാൻ പറ. ഞാൻ ക്ഷിപ്രകോപിയായ സംവിധായകനോട് പറഞ്ഞു, ലാലു ലക്സ് ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹത്തിന് ഒഴിവാക്കണം. അല്ല, ഒഴിവാക്കാൻ ഞാൻ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ആ 1 ലക്ഷം രൂപ അഡ്വാൻസ് തരാതെ മുങ്ങാൻ പറ്റില്ല, അവൻ്റെ തന്ത സമ്പാദിച്ച പൈസയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ലാലു ലക്സിൻ്റെ അച്ഛനെ. ഞാൻ ഇതാ ഇപ്പോൾ ആദ്യമായിട്ട് പറയുകയാണ്, അവൻ്റെ തന്ത സമ്പാദിച്ച പൈസയൊന്നുമില്ല, ഞാൻ അവൻ്റെ തന്തയെ പിടിച്ചിർത്തി പൈസ വാങ്ങിക്കും. ഞാൻ പറഞ്ഞു, സാറേ അയാൾ പൈസ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ, സാറെന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ഷൗട്ട് ചെയ്യുന്നേ? അതും അയാളോട് പറയാനുള്ള തെരുമുഴുവൻ എൻ്റെ എന്തിനാ പറയണേ? ഞാൻ സംസാരിക്കാം. ഞാൻ ലാലു ലക്സുമായിട്ട് സംസാരിച്ചു. നല്ല തീരുമാനം ദിനേശ്, എന്നെ ഒഴിവാക്കിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുക്കാമെന്ന് 10 മിനിറ്റ് ആവുന്നതിന് മുമ്പ് അക്കൗണ്ടിലേക്ക് പൈസ വന്നു. ആലോചിച്ച് നോക്കൂ, അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെയാണ് ഇദ്ദേഹം തെറ്റിദ്ധരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു വങ്കത്തിനും കൂടെ പറയാം. അടുത്ത ആര് എന്നുള്ള ചർച്ച വന്നപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അടുത്ത ചോയ്സ് ഇന്ത്യയിലുണ്ട്. ഞങ്ങളുടെ ആര് സാർ? നമുക്ക് അശോകനെ വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞു, സാർ അശോകൻ നല്ല നടനാണ്, എൻ്റെ സുഹൃത്താണ്, പക്ഷേ മധു സാറിനെ എടാ പോടാ എന്ന് വിളിക്കുന്ന കഥാപാത്രമായിട്ട് അത് അയാൾക്ക് ഞാൻ നരയിടും. ഞാൻ പറഞ്ഞു, സാറേ പട്ടണ റഷീദല്ല, വിദേശത്തുനിന്ന് അഭയ് ഷൺമുഖിയൊക്കെ ചെയ്യാമെന്ന മേക്കപ്പ് മാനെ കൊണ്ടുവന്നാലും അശോകനാണ് ചെയ്യുന്നതെങ്കിൽ പ്രേക്ഷകനറിയാം അശോകൻ മധു സാറുമായിട്ട് ഒരുപാട് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, അത് ശരിയാവില്ല സാർ, മിസ്കാസ്റ്റ് ആവും. കുറേ നേരം പുള്ളി അതിൽ വാശി പിടിച്ചു. അവസാനം പുള്ളിക്ക് തോന്നി അത് വിടാമെന്ന്. വിട്ടിട്ട് എൻ്റെ പകരം ആരുണ്ട്? ഞാൻ പറഞ്ഞു, പകരം ഒരാളുണ്ട്. ആര്? ഞാൻ പറഞ്ഞു, സാറിനെ ബഹുമാനത്തോടെ കാണുന്ന, സാറിനെ തമ്പി എന്നാണ് വിളിക്കുന്നതെങ്കിലും സാറിനെ സാർ എന്ന് മനസ്സിൽ ബഹുമാനത്തോടെ കാണുന്ന ഒരാളുണ്ട്. പക്ഷേ സാറിന് അയാളെ ഇഷ്ടമല്ല. ആര്? ഞാൻ പറഞ്ഞു, പി ശ്രീകുമാർ. ഓ, നമ്മുടെ ശ്രീയോ? ഞാൻ പറഞ്ഞു, അതെ. അയാൾ കൊള്ളാം, അയാളെ ഒന്ന് വിളിച്ച് സംസാരിക്കും. ഞാൻ ശ്രീകുമാരേട്ടനെ വിളിച്ചു. ദിനേശേ ഞാൻ വരണോ? ഞാൻ പറഞ്ഞു, വാ ചേട്ടാ, ഒരു പ്രശ്നമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അതല്ല, അയാളെ ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരുത്തനാണ്, എൻ്റെ നാടകത്തിലൊക്കെ പാട്ടെഴുതിയ ആളാണ്, പക്ഷേ ഇയാൾ ഇടയ്ക്കൊരു പണി പണിഞ്ഞു ദിനേശ്. ഞങ്ങളുടെ എന്ത്? ഇയാൾ ഞാൻ എൻ്റെ പടത്തിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിർമ്മിക്കുന്ന പടത്തിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ എഡിറ്റിംഗ് റൂമിൽ വന്നിട്ട് എന്നോട് പറയാണ്, ഈ ഞാൻ എടുക്കുന്ന സിനിമകൾ ഓടുന്നില്ല, പിന്നെയല്ല നിൻ്റെ ഈ പൊട്ട സിനിമ എന്ന്. ഒരു പടം റിലീസ് ചെയ്തിട്ടില്ല, ആ പടം എഡിറ്റിംഗ് നടക്കുന്നിടത്ത് ചെന്നിട്ട് പറയുകയാണ്, എൻ്റെ പടമേ ഓടുന്നില്ല, പിന്നെയല്ല നിൻ്റെ ഈ പൊട്ട സിനിമ എന്ന്. അപ്പോഴും ശ്രീകുമാരേട്ടൻ ക്ഷമിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു അസുഖമുണ്ട്, ഈ പഴയ മാടമ്പിത്തരം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം, ആൾക്കൂട്ടത്തിൽ വെച്ച് കാണുമ്പോൾ ഇടേ പോടേന്നേ വിളിക്കുള്ളൂ. എടേ ശ്രീകുമാറേ എന്ന് വിളിച്ചു. അപ്പോൾ ശ്രീകുമാരേട്ടൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു, ഇന്ന് വിളിച്ചതിരിക്കട്ടെ, ഇനി എന്നെ എടാ ശ്രീകുമാർ എന്ന് എവിടെയെങ്കിലും വെച്ച് വിളിച്ചാൽ ഞാൻ എടാ തമ്പി എവിടെ പോണ്ട എന്ന് കേൾക്കും. അതിനുശേഷം അവർ തമ്മിൽ നല്ല ബന്ധമല്ല. പക്ഷേ ഞാൻ പറയാം ദിനേശ്, ഞാൻ പറഞ്ഞു, സാർ ശ്രീകുമാരേട്ടനും ഒക്കെയാണ്, അയാൾക്ക് എത്ര രൂപ കൊടുക്കണം? ഞാൻ വിളിച്ചു, ശ്രീകുമാരേട്ടൻ എത്ര രൂപ വേണം? ഞാൻ റേറ്റ് പറയില്ല ദിനേശ്, ഞാൻ മദ്രാസിലുണ്ടായിരുന്ന കാലത്ത് ഇയാളെ ഇന്ന് 50 രൂപ വെച്ച് ഒരുപാട് പ്രാവശ്യം കടം വാങ്ങിച്ചിട്ടുണ്ട്, ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. ഇന്നലെകൾ മറക്കാത്ത മനുഷ്യനാണ് പി ശ്രീകുമാർ. അതുകൊണ്ട് തന്നെ തമ്പി എത്ര തരുമോ അത്രയും തന്നാൽ മതി. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെയാണ് പറയണേ. ഒരു ശരി, ഒരു കാര്യം ചെയ്യും, നമ്മളിപ്പോൾ വച്ചിരുന്നതേ 3 ലക്ഷം രൂപയാണ് ഇതിനുള്ള ബഡ്ജറ്റ്, ഇയാൾക്ക് നമ്മളൊരു 1.5 ലക്ഷം രൂപ കൊടുക്കും. ആലോചിക്കുക. ഞാൻ പറഞ്ഞു, പി ശ്രീകുമാർ ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് വാങ്ങണേ, ഞാനൊരു 1.5 ലക്ഷം രൂപ കൊടുക്കും, വരുമെന്ന് ചോദിക്കും. ഞാൻ വിളിച്ചു, എനിക്ക് എന്തെല്ലാം ജോലിയായിരുന്നു ആലോചിച്ചു. ചേട്ടാ ഒരു 1.5 ലക്ഷം, ദിനേശ് 1.5 അല്ല, അയാൾ 1 തന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വന്ന് ചെയ്യാം. അദ്ദേഹം വന്ന് ചെയ്തു. അദ്ദേഹം വന്ന് ചെയ്തിട്ട് ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം നല്ല റോസ് ഉടുപ്പൊക്കെ ഇട്ട്, ആ റോസ് ഉടുപ്പിൻ്റെ അതുപോലെ കരയുള്ള മുണ്ടൊക്കെ കൊടുത്ത് വളരെ മാന്യനായി വില കൂടിയ കാറിൽ വന്നിറങ്ങിയിട്ട്, വോക്സ് വാഗണോ എന്തോ അദ്ദേഹത്തിൻ്റെ കാർ, വന്നിറങ്ങി ഡബ് ചെയ്തിട്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം കാറിൽ കയറി പോകുമ്പോൾ ഇദ്ദേഹം അവിടെ വന്നൊരു ആത്മകഥം പോലെ എന്താ പറയണം, ഞാനും ഡ്രൈവിംഗ് പഠിച്ചു, പക്ഷേ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കാർ ഓടിക്കാറില്ല. അയാൾ പോണ കണ്ട ഒരു മനുഷ്യൻ, നമ്മളെ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ നന്നായിട്ട് ജീവിക്കുന്നുവെങ്കിൽ അഭിമാനത്തോടെ അല്ലേ കാണാൻ.
പക്ഷേ പുള്ളിക്ക് സഹിച്ചില്ല. അയാൾ ഈ ചുവന്ന ആ റോസ് കളറുള്ള ഉടുപ്പും റോസ് കരയുള്ള മുണ്ടും ഉടുത്തോണ്ട് കൂടെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്ത് പറയാം, ഞാൻ ചിരിച്ചോട്ട് നിന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. എൻ്റെ ഈ സിനിമ ഏതെങ്കിലും തരത്തിൽ പൊളിയുകയാണെങ്കിൽ അത് ഈ പി ശ്രീകുമാർ നിമിത്തമായിരിക്കും. ഞാൻ ഞെട്ടി, കാരണം ഞാനല്ലേ വിളിച്ചു വരുത്തിയേ. എന്നിട്ട് എന്ത് അയാൾ പരമ ബോറായിട്ടല്ലേ ഡബ് ചെയ്തിരിക്കണേ. ഞാൻ പറഞ്ഞ് സാറല്ലേ ഇരുന്ന് ഡബ്ബിങ് അറ്റൻഡ് ചെയ്തേ, സാറിന് എന്തെങ്കിലും തിരുത്തണമായിരുന്നെങ്കിൽ അപ്പം പറയായിരുന്നല്ലോ. പറഞ്ഞാലും അയാൾക്ക് ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ശ്രീകുമാറിനെ അംഗീകരിക്കാൻ വയ്യ. പി ശ്രീകുമാർ ഇത്രയും പ്രശസ്തനായത് പുള്ളിക്ക് സഹിക്കുന്നില്ല. ഇതാണ് എന്താ പറയുക ഈ മനുഷ്യൻ്റെ എന്താ പറയുക മനസ്സിലിരിപ്പ്. അപ്പോൾ സംവിധായകനെയും നിർമ്മാതാവിനെയും നിശ്ചയിക്കുന്ന കടൽ കിഴവന്മാർക്ക് ഡേറ്റുകൾ നൽകാത്ത ഒരുത്തന് തൻ്റെ പേരിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ പുരസ്കാരം കൊടുക്കാൻ പാടില്ല എന്ന് ഈ ദുർവാസാവിന് ശട്ടം കിട്ടാമായിരുന്നു ഇല്ലേ? മോഹൻലാലിന് കൊടുക്കാൻ പറ്റില്ല, എൻ്റെ പ്രായത്തിലുള്ള ആൾക്ക് കൊടുത്താൽ മതി എന്ന് പറയാത്തെന്താ? പൊളിഞ്ഞു പാളീസാവും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് എൻ്റെ കാശല്ല, എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ ആരാധകർ സുഹൃത്തുക്കൾ രൂപീകരിച്ച ട്രസ്റ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കള്ളമാണ് 101%. കാരണം ജയൻ്റെ പേരിൽ ഒരു സംഘടന ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ സംഘടനയിൽ എപ്പോഴോ അതിൻ്റെ സംഘാടകർക്ക് അതിൻ്റെ രക്ഷാധികാരിയായി ഇദ്ദേഹത്തെ വെക്കണമെന്ന് തോന്നി വച്ചു. ഒട്ടകത്തിന് ഇടം കൊടുത്ത പോലെ രക്ഷാധികാരിയായി 1-2 വർഷം കഴിയുമ്പോഴേക്കും ആ സംഘടന അദ്ദേഹം 2 പുലർത്തി. അതിലെ ഒരു ഭാഗത്തെയും കൊണ്ടുപോയിട്ടാണ് അദ്ദേഹം ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എൻ്റെ കാശല്ല, എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ ആരാധകർ സുഹൃത്തുക്കൾ രൂപീകരിച്ച ട്രസ്റ്റാണെന്നാണ് പുള്ളി പറഞ്ഞത്. 100% അല്ല. അതുപോലെ അദ്ദേഹം പറയുന്നു മോഹൻലാലിന് അവാർഡ് കൊടുക്കണമെന്ന് തീരുമാനിച്ചത് ഒരു 3 അംഗ ജൂറിയാണ്. പ്രിയദർശൻ, കവി കെ ജയകുമാർ IAS, പ്രഭാവർമ്മ, ഇവരാണ് മോഹൻലാലിന് അവാർഡ് നിശ്ചയിച്ചതെന്നാണ് പുള്ളി പറയുന്നത്. ഞാൻ പറയുന്നത് വല്ല പൊട്ടന്മാരോടും പറഞ്ഞാൽ അവർ വിശ്വസിക്കും എന്നേ ഞാൻ പറയുള്ളൂ. ജയൻ്റെ പേരിലുള്ള സംഘടനയെ പിളർത്തി മറ്റൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ആളാണ് ഇതിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന BJPയുടെ തിരുവനന്തപുരത്തെ നേതാവെന്ന് പറഞ്ഞ ആൾ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം പറയുന്നത് എനിക്ക് പങ്കില്ല എന്നാണ്. 38 ലക്ഷം രൂപ എന്തോ പരസ്യത്തിലൂടെയും സ്പോൺസറിലൂടെയൊക്കെ പിടിച്ചു എന്ന് പറയുന്നു ഇപ്പോൾ മോഹൻലാലിന് ഈ അവാർഡ് കൊടുക്കാൻ. എനിക്ക് സത്യം അറിയില്ല. പ്രസംഗിക്കാൻ പോകാനാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം ജില്ല തിരിച്ചാണ് പൈസ വാങ്ങിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു എമൗണ്ട്, കൊല്ലം ജില്ലയ്ക്ക് ഒരു എമൗണ്ട്, കോഴിക്കോടത്താണെങ്കിൽ ഇത്ര എന്ന് പറഞ്ഞ് വാങ്ങുമെന്നാണ് പറഞ്ഞത്. മാസം അതിൽ തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത്. അതൊക്കെ നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ഈ ട്രസ്റ്റ് പിരിവിലും അതിൻ്റെ ഒരു ഷെയർ അദ്ദേഹം വാങ്ങാതിരിക്കില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ മോഹൻലാലിനെ കിട്ടാൻ വേണ്ടിയാണ് പ്രിയദർശനെ ജൂറി മെമ്പറാക്കിയതെന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹം അവസാനം ചെയ്ത പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അവിടെ വെച്ച് ഒരു ദിവസം ഞാനുമായിട്ട് ഉടക്കി തെറ്റിപ്പിരിയുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പരസ്യമായി പറയുകയാണ്, ഇടവും വലവും പറയാൻ അറിയാത്ത, ലെഫ്റ്റും റൈറ്റും അറിഞ്ഞൂടാത്ത പ്രിയദർശനാണല്ലോ നിൻ്റെയൊക്കെ വലിയ സംവിധായകൻ. എൻ്റെ കൂടെ ചോദിച്ചാണ്. അങ്ങനെ ചോദിക്കാമോ പ്രിയദർശനെ കുറിച്ച്? ലെഫ്റ്റും റൈറ്റും അറിഞ്ഞൂടാന്നാണ് പറയുന്നത്. പ്രിയദർശൻ എവിടെ നിൽക്കുന്നു നിങ്ങൾ ആലോചിക്കുക. ഇന്ത്യ മുഴുവൻ അറിയുന്ന അമിതാഭ് ബച്ചനെ വരെ വെച്ച് സിനിമ എടുക്കുന്ന മനുഷ്യനെ പറഞ്ഞതാണ് ലെഫ്റ്റ് റൈറ്റ് അറിഞ്ഞൂടാന്ന്. ഞാൻ പതുക്കെ അടുത്ത് നിന്ന് കാതി പറഞ്ഞു, സാർ ഇങ്ങനെയൊന്നും പരസ്യമായിട്ട് പറയരുത്. കാരണം ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ക്യാമറ പ്രിയദർശൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് വന്നതാണ്. പ്രിയൻ്റെ ശമ്പളം വാങ്ങുന്ന 2-3 ആൾ സ്റ്റാഫുകൾ ഇവിടെ നിൽക്കുമ്പോൾ അയാളെപ്പറ്റി പറയുന്നത് ശരിയല്ല, അവർ വിളിച്ച് അയാളോട് പറയും. 2, ലെഫ്റ്റും റൈറ്റും അറിഞ്ഞൂടാത്ത പ്രിയദർശൻ്റെ അടുത്ത് ലെഫ്റ്റും റൈറ്റും അറിയാവുന്ന സാർ എന്തിനാ സാറിൻ്റെ മകനെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് പറഞ്ഞു വിട്ടേ? പുള്ളിക്ക് ഉത്തരം മുട്ടി. പ്രിയൻ്റെ അസിസ്റ്റൻ്റായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ. പ്രിയദർശന് ലെഫ്റ്റും റൈറ്റും അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ ഇദ്ദേഹം അങ്ങനെ ചെയ്യാമോ? ഇങ്ങനെയൊക്കെ സ്ഥലം നോക്കാതെ ആര് നിൽക്കുന്നു എന്ന് നോക്കാതെ എന്തും അടിച്ചു വിടുന്ന ആളാണ് പുള്ളി. പറഞ്ഞില്ല എന്ന് ചിലപ്പോൾ നാളെ പറയുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോഹൻലാലിനെ കിട്ടാൻ വേണ്ടി പ്രിയദർശൻ ജൂറി, പിണറായിയെ കിട്ടാൻ വേണ്ടി പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറിയായ പ്രഭാവർമ്മ ജൂറി, പിന്നെ ഒന്നിനും എതിർപ്പ് പറയാത്ത നമ്മുടെ ജയകുമാർ സാർ ഒരു ജൂറി. ഞാനിതാ ഇവിടെ വെച്ച് ഈ ക്യാമറയുടെ മുന്നിൽ വെച്ച് പറയുന്നു, ഈ 3 ജൂറിമാർ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ മദ്രാസിൽ എവിടെയോ ആവട്ടെ, ഏത് സ്ഥലത്താവട്ടെ ഇരുന്ന് ഈ പറയുന്ന മോഹൻലാലിന് അവാർഡ് കൊടുക്കാമെന്ന് ഏകകണ്ഠമായി അവർ 3 പേരും കൂടെ തീരുമാനിച്ചു എന്നുള്ളൊരു തെളിവ് ചുണയുണ്ടാക്കി പുറത്ത് കാണിക്കട്ടെ. ഒരു ഫോട്ടോ കാണിച്ചാലും മതി, അവർ 3 പേരും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചാലും മതി. ഇങ്ങനെയുള്ള ഉഡായിപ്പ് പരിപാടികൾ ചെയ്തിട്ട് പത്രസമ്മേളനത്തിന് സ്വന്തം പൈസ മുടക്കി പ്രസ് ക്ലബ്ബിൽ ബുക്ക് ചെയ്തിട്ട് അവിടെ ചെന്നിരുന്ന് ഈ മോഹൻലാലിന് അവാർഡും കൊടുത്തിട്ട് മോഹൻലാലിനെ തള്ളയ്ക്ക് വിളിച്ചത് വളരെ മോശമായിപ്പോയി എന്നാണ് ഞാൻ പറയുന്നത്. മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വർഷത്തിൽ 2 പടം ചെയ്തിരുന്നവർ പുറത്തായി. അതായത് അദ്ദേഹം പുറത്തായ കഥ പറയുകയാണ്. 76 മുതൽ ഞാൻ നിർമ്മാതാവാണ്,
തിരുവനന്തപുരത്തെ ഒരു തിയേറ്റർ ഉടമ എന്നോട് പറഞ്ഞത് മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് 50 ലക്ഷം രൂപ വരെ അഡ്വാൻസ് കൊടുത്തിരുന്നു എന്നാണ്. അപ്പോൾ അയാൾ ഡേറ്റിനായി മോഹൻലാലിൻ്റെ കാലിൽ വീഴും. തിയേറ്റർ അഡ്വാൻസിൽ സിനിമയുടെ ചെലവിൻ്റെ പകുതി കിട്ടുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് സത്യമാണ്. അതില്ല ഇപ്പോൾ എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് മമ്മൂട്ടി സ്വന്തമായി സിനിമകൾ എടുക്കുന്നു. അതായത് തിയേറ്ററുകളിൽ നിന്നും അഡ്വാൻസ് കിട്ടാത്തതുകൊണ്ട്, മമ്മൂട്ടിക്ക് പടം ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മമ്മൂട്ടി ഇപ്പോൾ സ്വന്തമായി സിനിമ നിർമ്മിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പറയുന്ന കഥയിലൊന്നും മമ്മൂട്ടിയെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. പക്ഷേ പുള്ളിക്ക് മമ്മൂട്ടി മോഹൻലാലിന് ഇഷ്ടമല്ല. അവരെ തെറി വിളിച്ചില്ലെങ്കിൽ പുള്ളിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് മമ്മൂട്ടി സ്വന്തമായി സിനിമ എടുക്കുന്നതിൻ്റെ രഹസ്യമാണ് പുള്ളി പുറത്തു വിട്ടത്. അല്ലാതെ മമ്മൂട്ടി നായകനാവുന്ന സിനിമകൾ എടുക്കുക ഇപ്പോൾ കേരളത്തിൽ പ്രൊഡ്യൂസർ ഇല്ല എന്നാണ് പുള്ളി പറയുന്നത്. പ്രേം നസീർ അടക്കം പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 10% പ്രതിഫലം വാങ്ങിയിരുന്നത്. 2.5 ലക്ഷം രൂപയ്ക്ക് സിനിമ എടുത്താൽ 25,000 രൂപ പ്രേം നസീറിൻ്റെ ശമ്പളം. ഇന്നോ മുടക്കുമുതലിൻ്റെ 1/3, 2/3 സൂപ്പർ സ്റ്റാറുകൾ ശമ്പളമായി വാങ്ങുന്നു. വ്യവസായത്തെയും നിർമ്മാതാക്കളെയും ബാധിക്കും ഈ രീതി. അവർ കോടീശ്വരന്മാരാവും. ആരും മമ്മൂട്ടിയും മോഹൻലാലും കോടീശ്വരന്മാരാവും. നിർമ്മാതാവ് തകരും. 26 പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ ധനവാനല്ല. അടുത്തൊരു ഉഗ്രം കമൻ്റ് അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. പൊട്ടി ഞാൻ ചിരിച്ചുപോയി. നടനായിരുന്നുവെങ്കിൽ ഞാൻ കോടീശ്വരനായനെ. ആലോചിച്ചൊക്കെ ആ മനുഷ്യൻ്റെ മനസ്സിലെ സ്വപ്നം. അദ്ദേഹം ഒരു നടനായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എന്ന് ആലോചിച്ചോക്കെ. ഇതിന് ഏത് വേഷം കിട്ടും? മോഹൻലാലിൻ്റെ വേഷം കിട്ടുമോ? മമ്മൂട്ടിയുടെ വേഷം കിട്ടുമോ? അദ്ദേഹം കോടീശ്വരനായനെന്നാണ് പറഞ്ഞത്. നടനായാൽ മതിയായിരുന്നു, സംവിധായകനാവണ്ടായിരുന്നു. മലയാള സിനിമയെ തകർത്ത താരമേധാവിത്വം തകർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനിയും പവർ ഗ്രൂപ്പ് ഉണ്ടാവില്ല. 2-3 പേരുടെ പേരിൽ സിനിമ കേന്ദ്രീകരിച്ചുകൂടാ. അങ്ങനെ കേന്ദ്രീകരിച്ച മാഫിയ തലവന് താങ്കളുടെ പേരിലുള്ള പുരസ്കാരം കൊടുക്കാമോ എന്നാണ് എനിക്ക് പ്രിയപ്പെട്ട ദുർവാസാവിനോട് ചോദിക്കാനുള്ളത്. ഇവർ 2 പേരും ലോകോത്തര നടന്മാരല്ലേ എന്നെങ്കിലും താങ്കൾ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂട്ടിയെ റെക്കമെൻഡ് ചെയ്തത് സുകുമാരൻ്റെ മഹത്വം. ഇദ്ദേഹത്തിൻ്റെ മുന്നേറ്റം എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടി അഭിനയിച്ചല്ലോ. അപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ മധുസാറിനെയും സുകുമാരനെയും വെച്ചാണ് ഈ പടം എടുക്കാതിരുന്നത്. ശാസ്ത്ര ഫെലിസിറ്റി എസ് കുമാറിൻ്റെയാണ് നിർമ്മാണം. അപ്പോൾ വിമാനത്തിലും അത് എല്ലാം ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായി. മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സുകുമാരനും ഈ ദുർവാസവും അടുത്തടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ ശാസ്ത്ര ഫെലിസിറ്റിക്ക് വേണ്ടി ഞാൻ ഒരു പടം ചെയ്യുന്നു, തമിഴിൽ വന്ന ഒരു പടത്തിനെ റീമേക്ക് ചെയ്യുകയാണ്, അതിലൊരു വേഷം നിങ്ങളും ഒരു വേഷം മധുച്ചേട്ടനുമാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ വരാം, പക്ഷേ എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം തരണം. സുകുമാരൻ പച്ചയ്ക്ക് പറഞ്ഞു 1 ലക്ഷം രൂപ തരണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അവസാനം ചെയ്ത ജയനെ വെച്ച് ചെയ്ത നായാട്ട് എന്ന് പറഞ്ഞ പടത്തിൽ ജയന് ഞാൻ 40,000 രൂപയാണ് കൊടുത്തത്. ആ 40,000 രൂപ തരാം, ഞാൻ ചെയ്യില്ല, എനിക്ക് 1 ലക്ഷം രൂപ തന്നാൽ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ സുകുമാരൻ ആ ആഴ്ചയിൽ നാനയെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. അതിലൊരു പുതുമുഖത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ സുകുമാരൻ പറഞ്ഞു MT വാസുദേവൻ നായരുടെ വിൽക്കാൻ്റെ സ്വപ്നങ്ങളിൽ എന്നോടൊപ്പം അഭിനയിച്ച ആളാണ് ഈ അഡ്വക്കറ്റ്, മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു, ഇപ്പോൾ KG ജോർജിൻ്റെ മേളയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അഭിനയിച്ച ജയൻ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സ്ഫോടനത്തിലും ഇയാൾക്കൊരു വേഷമുണ്ട് ഷീലയുടെ സഹോദരനായിട്ട്, നിങ്ങൾ ഇയാളെയൊക്കെ വെച്ച് ചെയ്യൂ സിനിമ എന്ന് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും സത്യമാണ്. പക്ഷേ 1 ലക്ഷം രൂപയ്ക്ക് 40,000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സുകുമാരൻ മാറിയെന്നുള്ളത് പുള്ളി ഒളിച്ചു വയ്ക്കുന്നു. അതാണ് യാഥാർത്ഥ്യം. അടുത്തത് PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂക്കൾ എടുക്കുമ്പോൾ, സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എടുക്കുമ്പോൾ എന്നെ കൊണ്ട് പാട്ട് എഴുതിക്കരുത് എന്ന് മമ്മൂട്ടി പറഞ്ഞു എന്ന് PG വിശ്വംഭരൻ പറഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. PG വിശ്വംഭരൻ മരിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല, ഒരുപാട് ഞാൻ എഴുതി, പിന്നെ എന്നെ ഒരു പടത്തിലേക്കും PG വിശ്വംഭരൻ വിളിച്ചില്ല. കാരണം അയാളുടെ അക്കാലത്തെ എല്ലാ സിനിമകളിലും മമ്മൂട്ടി ആയിരുന്നല്ലോ നായകൻ, അതുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് എന്ന് പറഞ്ഞ പടത്തിൽ ഇളയരാജയുടെ സംഗീതവും ONV കുറുപ്പ് സാറിൻ്റെ പാട്ടുകളുമാണ്. ഈ ദുർവാസാവിനെ വിളിച്ച് എഴുതിക്കേണ്ട, ONV കുറുപ്പ് സാറിനെ കൊണ്ട് എഴുതിക്കണമെന്ന് ഒരിക്കലും മമ്മൂട്ടി പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അയാൾക്ക് അഭിനയിക്കാൻ അറിയാം എന്നതുകൊണ്ടല്ലേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നാണ് പറയുന്നത്. അല്ല, അയാൾ MG വാസുദേവൻ നായരുടെ കണ്ടെത്തലാണ് ദേവലോകത്തിൽ. MG വാസുദേവൻ നായരുടെ വിൽക്കാൻ്റെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ പടത്തിലാണ് 1980 മമ്മൂട്ടി അഭിനയിക്കുന്നത്. അത് കഴിഞ്ഞ് KG ജോർജിൻ്റെ മേളയും PG വിശ്വംഭരൻ്റെ സ്ഫോടനവും MG തിരക്കഥ എഴുതി IV ശശി സംവിധാനം ചെയ്ത തൃഷ്ണയിലെ നായകനും ഒക്കെ ആയ ശേഷമാണ് അദ്ദേഹം മുന്നേറ്റത്തിലെത്തിയത് എന്നുള്ളത് ഇദ്ദേഹം ബോധപൂർവം മറച്ചു വയ്ക്കുന്നു. മമ്മൂട്ടി എന്ന നവാഗതൻ ക്ലിക്കാകും എന്നതിനാൽ തൻ്റെ സിനിമയിലിട്ടു എന്നതിനപ്പുറം ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും. മോഹൻലാൽ കൊച്ചു കൊച്ചു റോളുകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സിനിമയിൽ നായകനാക്കി.
അതുവരെ ചെറിയ ചെറിയ വേഷങ്ങൾ, വില്ലൻ വേഷങ്ങൾ മാത്രമേ മോഹൻലാൽ ചെയ്തിട്ടുള്ളൂ. ആധിപത്യത്തിൽ ഞാൻ നസീർ, മധു തുല്യ വേഷം കൊടുത്തു മോഹൻലാലിന്. നസീറും മധുവും ബാലങ്കൻ നായരും കഴിഞ്ഞുള്ള വേഷമാണ് കൊടുത്തത്, ബാലങ്കൻ നായരുടെ രഹസ്യ സന്താനമായിട്ട്. യുവജനോത്സവമാണ് അയാളെ സൂപ്പർ താരമാക്കിയത്. പിന്നെ രാജാവിൻ്റെ മകനും അയാളെ സൂപ്പർ സ്റ്റാർ ആവാനായിട്ടൊരു ചെറിയ സഹായം ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത്. സൂപ്പർ താരത്തിലേക്ക് നടത്തിയിട്ടും പിന്നെ എനിക്കൊരു ഡേറ്റ് തന്നില്ല. തിയേറ്ററുകാർ പറഞ്ഞത്, സാറല്ലേ മമ്മൂട്ടിയും മോഹൻലാലിനെയും സഹായിച്ചത് സൂപ്പർ സ്റ്റാർ ആവാൻ, അവരെ വെച്ച് സിനിമ ചെയ്യൂ എന്നാണ് എന്നോട് പറയുന്നത്. സാർ എവിടെ സഹായിച്ചു എന്ന് എനിക്കറിഞ്ഞൂടാ ഈ മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ സ്റ്റാർ ആവാൻ. മോഹൻലാൽ മെനഞ്ഞാന്ന് പറഞ്ഞത്, തമ്പി സാറിൻ്റെ അക്ഷരങ്ങൾക്ക് ചുണ്ടനക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നാണ്. അയാൾ നിർമ്മിച്ച ഒരു സിനിമയിലും ഒരൊറ്റ പാട്ട് എന്നെ കൊണ്ട് എഴുതിച്ചിട്ടില്ല എന്നാണ് ഈ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത്. താരമേധാവിത്വത്തെ എന്നും എതിർക്കുന്ന ആളാണ് ഞാൻ. ഒരു സിനിമയുടെ ക്യാപ്റ്റൻ ഡയറക്ടറാണ്, അതിൽ യാതൊരു സംശയമില്ല എന്നും അദ്ദേഹം തന്നെ പറയുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, മോഹൻലാൽ നിർമ്മിച്ച പടങ്ങളുടെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സിബി മലയിലല്ലേ? അപ്പോൾ സിബി മലയിലല്ലേ തീരുമാനിക്കേണ്ടത് അതിൽ ആര് പാട്ട് എഴുതണം, ആര് പാട്ട് എഴുതണ്ടായിരുന്നു? അപ്പോൾ സിബി മലയിൽ എന്ത് ചെയ്യും? കിരീടം പോലുള്ള സിനിമകളിലൊക്കെ പാട്ട് എഴുതിയ സുഹൃത്തായ കൈതപ്രം എഴുതട്ടെ എന്ന് വെച്ച് കാണും. പക്ഷേ ഇദ്ദേഹം എഴുതുന്നത് മോഹൻലാൽ അങ്ങനെ തടഞ്ഞു എന്നാണ്. മോഹൻലാലും മമ്മൂട്ടിയും ചെയ്തത് അതുവരെ സിനിമകൾ ചെയ്ത സ്ഥിരം പ്രൊഡ്യൂസേഴ്സിന് ഡേറ്റ് കൊടുത്തില്ല എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത പരാതി. എനിക്ക് തന്നില്ല, മഞ്ഞിലാസിന് തന്നില്ല, കെ പി കൊട്ടാരക്കരയ്ക്ക് തന്നില്ല, ടി വാസുദേവന് കൊടുത്തില്ല, RS പ്രഭുവിന് കൊടുത്തില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ മദ്രാസിലെ ഒരു കറക്കമ്പനിയാണ്. ഇതെല്ലാം ഒരു കാലത്ത് മലയാളത്തിൻ്റെ പരിഷത്ത് എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ടല്ലോ, അവിടുത്തെ കറക്കമ്പനി സാറുമാരാണ് ഇവരെല്ലാം. നല്ല പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞിലാസൊക്കെ സത്യമോഷണം വെച്ച് എത്ര നല്ല സിനിമകൾ എടുത്തു. കെ പി കൊട്ടാരക്കരയെ പോലുള്ളവർ ചെയ്ത കൂതറ സിനിമകളിലല്ലേ ഈ കവി പാട്ടുകൾ എത്ര എഴുതിയത്, നല്ല പാട്ടുകളൊക്കെ എഴുതിയത്. അവർക്കെല്ലാം അതുകൊണ്ട് നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം മറന്നു പോകുന്നൊരു കാര്യം പറയാം. പഴയകാല നിർമ്മാതാവായ നവോദയയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നവോദയാണല്ലോ മോഹൻലാലിനെ കണ്ടെത്തിയത്. പിന്നെ എത്ര സിനിമകൾ മോഹൻലാൽ നവോദയയ്ക്ക് വേണ്ടി ചെയ്തു. ഉദയയ്ക്ക് വേണ്ടി സഞ്ചാരി അടക്കം ചെയ്തു. സുപ്രിയ ഹരിപ്പോത്തിന് വേണ്ടി മോഹൻലാലും മമ്മൂട്ടി സഹകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന കെ പി കൊട്ടാരക്കരയുടെ മകൻ ഗണേഷ് പിക്ചേഴ്സിൻ്റെ ബാനറിലെടുത്ത പടങ്ങളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. എവർഷൈൻ എത്ര സിനിമകൾ മോഹൻലാലിനും മമ്മൂട്ടിയും വെച്ച് ചെയ്തു. വിജയ മൂവീസ്, സെൻട്രൽ പിക്ചേഴ്സ്, ജനറൽ പിക്ചേഴ്സ് ഇവരെല്ലാം ചെയ്തില്ലേ മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ വെച്ച്. അത് കഴിഞ്ഞ് ജൂബിലിയും, സാജ് പിക്ചേഴ്സും, ലിബർട്ടിയും, ഗാന്ധിമതിയൊക്കെ വന്നപ്പോൾ അവരെ കൂടെ സഹകരിച്ചു. ഡേറ്റ് വാരിക്കോരി നൽകിയ പ്രേം നസീറിനെ കാർഗോയിൽ കയറ്റിവിട്ട മഹാന്മാരാണ് ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ഞങ്ങളെല്ലാം രക്ഷിച്ചത് പ്രേം നസീറാണ്. പക്ഷേ ആ പ്രേം നസീറിനെ കാർഗോയിൽ കയറ്റിവിട്ടവരാണ് ഈ പറയുന്നത് ഞങ്ങളെല്ലാം മോഹൻലാലും മമ്മൂട്ടിയും ഒഴിവാക്കിയത്. തിയേറ്ററുകൾക്കാണെങ്കിൽ ഇവർ മതി, അവിടെയാണ് പ്രശ്നമെന്നാണ് പുള്ളി പറയുന്നത്. തിയേറ്റർ കിട്ടാതെ സിനിമ കളിക്കാൻ പറ്റുമോ എന്നും പുള്ളി ചോദിക്കുന്നു. അക്കാലത്ത് പുതുമുഖങ്ങളെ ഇട്ടാൽ തിയേറ്റർ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പുതുമുഖങ്ങളെ ഇടാത്തതെന്നാണ് പുള്ളി പറയുന്നത്. പ്രേം നസീറിൻ്റെ പ്രതാപകാലത്തല്ലേ IV ശശി ഉമ്മറിനെ നായകനാക്കി വിജയ സിനിമകൾ ചെയ്തത് എന്ന് ഈ പത്രസമ്മേളനത്തിൽ പോയ പത്രക്കാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവർ ചോദിച്ചില്ല. പ്രേം നസീറില്ലാതെ വമ്പൻ ഹിറ്റുകൾ IV ശശി തുടരെ ഉണ്ടാക്കിയില്ലേ? പ്രേം നസീറിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ വിനീതിനെയും, മോനുഷയെയും, മനോജ് ജെയിനെയും, സൈജു കുറുപ്പിനെയും, മമതയെയും, ചഞ്ചലിനെയും, ജോമോളെയും, ദേവനെയൊക്കെ വെച്ച് സിനിമ എടുത്തില്ലേ ഹരിഹരൻ? ആദ്യകാലത്ത് എത്ര സിനിമ നസീർ സാറിനെ വെച്ച് ചെയ്തതാണ്. കാലം മാറുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എത്രയോ വിജയ സിനിമകൾ പുതിയ ആളുകൾ വെച്ച് ചെയ്തു. അതിനെനിക്ക് കഴിവില്ല എന്ന് പറയുന്നതിന് പകരം പുതിയ ആളുകൾ വെച്ച് ചെയ്താൽ തിയേറ്റർ കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മധുവിനെയും പ്രേം നസീറിനെയും സുകുമാരനെയും വെച്ച് തീക്കടൽ എടുത്ത നവോദയ പുതുമുഖങ്ങളെ വെച്ച്, പുതിയ സംവിധായകനെ വെച്ച് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുണ്ടാക്കി ലക്ഷക്കണക്കിന്, അക്കാലത്ത് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കിയില്ലേ? ഭരതനും പത്മരാജനും ഫാസിലുമൊക്കെ പുതിയ മുഖങ്ങളെ വെച്ച് എത്ര നല്ല നല്ല സിനിമകൾ ചെയ്തു. ഇവർക്കൊക്കെ തിയേറ്റർ കിട്ടിയില്ലേ? KG ജോർജ്, മോഹൻ ഇവരുടെ സിനിമകൾക്ക് പ്രേം നസീർ ചെയ്ത സംഭാവന എന്താ? ആട്ടം ഇന്നായതുകൊണ്ടാണ് ഓടിയതെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. കവി കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആട്ടം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴായതുകൊണ്ടാണ് ഓടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1970, 1980കളിൽ തിയേറ്ററുകളിൽ പുതുമുഖങ്ങൾക്ക് തിയേറ്റർ കിട്ടില്ല എന്ന് അദ്ദേഹം അടിച്ചു പറയുന്നു. ബാലചന്ദ്ര മേനോനും പുതിയ പെൺപിള്ളേരെ നായികമാരാക്കി 100 നാളോടുന്ന എത്ര സിനിമകൾ ബാലചന്ദ്ര മേനോൻ ചെയ്തു. പ്രേം നസീറോ, ജയനോ, മധുസാറോ ആരുമില്ലാതെ, സോമനോ സുകുമാരനോ ഒന്നുമില്ലാതെ ബാലചന്ദ്ര മേനോൻ തന്നെ അഭിനയിച്ച് പുതിയ പെൺകുട്ടികളെ നായികയാക്കി 100 ദിവസം ഓടുന്ന എത്രയോ സിനിമകൾ ചെയ്തെന്നെങ്കിലും ഇദ്ദേഹം ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. മലയാള സിനിമയുടെ ചരിത്രം പറയാൻ അവകാശമുള്ള ഏക ആൾ ഇങ്ങനെ ചരിത്രത്തെ അപഹാസ്യമാക്കാമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് കാലം മാറിയത്രേ. താരമേധാവിത്വം തകർന്നു തുടങ്ങിയതല്ല, തകർന്നു എന്ന് അദ്ദേഹം പറയുന്നു.
ഇദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നും ഒരു ഡേറ്റിൻ്റെ കാൾ ഷീറ്റ് ഒപ്പിട്ട് നൽകിയാൽ, മോഹൻലാൽ നൽകിയാൽ 40 കോടിയുടെ ഏറ്റവും കുറഞ്ഞ ബിസിനസ് നടക്കുന്ന താരമാണ് മോഹൻലാൽ. എന്തുകൊണ്ട് ഇദ്ദേഹം അതും ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് 40 കോടിയോ 60 കോടിയോ എന്തോ ചിലവാക്കിയിട്ടാണ്. പക്ഷേ ഇദ്ദേഹം അതൊന്നും അംഗീകരിക്കില്ല. പിന്നെ പുതുതായി വന്ന സാറന്മാരെ പോലെ ജിമ്മിൽ പോകുന്നതിൻ്റെ പൈസ, ട്രെയിനറുടെ പൈസ, ഇതൊന്നും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും വാങ്ങുന്നില്ല എന്നും ഇദ്ദേഹത്തിന് അറിയില്ല. ഇദ്ദേഹം പറഞ്ഞ പുതിയ തലമുറ ഭയങ്കര ഡീസൻ്റ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജിമ്മിൽ പോണതിന് വരെ പൈസ നിർമ്മാതാവിൻ്റെ നിന്നാണ് വാങ്ങിക്കണേ. ഷൂട്ടിങ്ങിൽ വന്നാൽ 40 ദിവസം താമസിക്കുകയാണെങ്കിൽ ആ 40 ദിവസവും ഒരു ജിമ്മിലെ ഒരു ട്രെയിനർ വരാണെങ്കിൽ അയാളുടെ പൈസ വരെ വാങ്ങിക്കൊടുക്കുന്നവന്മാരാണ് ഇപ്പോൾ ഈ പുതിയ തലമുറയിലുള്ളത്. ഇദ്ദേഹം പറയുന്ന പുതിയ തലമുറയിൽ എനിക്ക് തോന്നുന്നു ആരെയോ ഡേറ്റിന് വേണ്ടി പുള്ളി കറങ്ങുകയാണെന്ന് തോന്നുന്നു. സംവിധായകൻ കഴിഞ്ഞുള്ള അഭിനേതാവ് ക്രിയേറ്റർ അല്ല, പെർഫോമറാണ്. ക്രിയേറ്ററുടെ പ്രാധാന്യം ഒരിക്കലും പെർഫോമർക്ക് കിട്ടില്ല. പിന്നാലെ ആൾ കൂടുമായിരിക്കും. ക്രിയേറ്ററാണ് പ്രധാനം എന്നും ഞാൻ പറയും. അതിനാൽ ആദ്യം എന്നെ ഒതുക്കി എന്നാണ് പറയുന്നത്. ആരും ഒതുക്കില്ല, സ്വയം ഒതുങ്ങിപ്പോയതാണ്. സിനിമ മാറുന്നു എന്ന് അറിഞ്ഞിടാത്തതുകൊണ്ട് അദ്ദേഹം ഒതുങ്ങിപ്പോയതാണ്. മമ്മൂട്ടിയും ലാലും വന്നതോടെയാണ് പവർ ഗ്രൂപ്പിൻ്റെ തുടക്കം. തമ്പി സാർ ആളാകും, അതിനാൽ എന്നെ ഒതുക്കി. സ്വയം പറയാണ് തമ്പി സാർ എന്ന് അദ്ദേഹം തന്നെ പറയാം. തമ്പി സാർ ആളാവും എന്ന് പറഞ്ഞിട്ട് എന്നെ ഒതുക്കി കളഞ്ഞു എന്നാണ് പറഞ്ഞത് ഈ പവർ ഗ്രൂപ്പ്, മോഹൻലാലും മമ്മൂട്ടിയുള്ള പവർ ഗ്രൂപ്പ്. 90കളിലെ മലയാള സിനിമയല്ല, അതിന് ശേഷമുള്ള സിനിമ. താരാധിപത്യം വന്നത് 90-ന് ശേഷമാണ്. പുരുഷ മേധാവിത്വം വന്നത് 90-ന് ശേഷമാണ്. മധുവിന് ഫാൻസ് ഇല്ല, അദ്ദേഹം അതിന് സമ്മതിച്ചില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഒളിച്ചു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത് നസീർ സാറിൻ്റെ പേരിലാണ്. അതിനെ പുള്ളി വിഴുങ്ങിക്കളഞ്ഞു. അദ്ദേഹം അതിന് വരെ പറയുന്നത് മധുവിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. പക്ഷേ നസീർ സാർ ഉണ്ടാക്കിയത് ഇദ്ദേഹം ഒതുക്കിക്കളഞ്ഞു. ആ ഫാൻസ് അസോസിയേഷൻ്റെ പരിപാടിക്ക് ഇദ്ദേഹം പങ്കെടുത്തിട്ടുമുണ്ട്. പവർ ഗ്രൂപ്പ് നേതാവിന് കൊടുക്കാതെ മധു സാറിന് കൊടുക്കാത്തത് എന്താ എന്നാണ് വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ പവർ ഗ്രൂപ്പും ഫാൻസും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ മധു സാറിനല്ലേ ഇദ്ദേഹം കൊടുക്കേണ്ടത്. വിറ്റെടുക്കാൻ പറ്റില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ ഇത്രയും ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് മോഹൻലാലിന് കൊടുത്തത്. താരമേധാവികളാണ് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. താരാധിപത്യം ഉള്ളതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. 1989 ഞാൻ നാഷണൽ ജൂറിയായിരുന്നു. മത്സരം ലാലും മമ്മൂട്ടിയും തമ്മിൽ. നല്ല നടനായി മമ്മൂട്ടിയും പ്രത്യേക പുരസ്കാരം ലാലിനും കിട്ടി. 1991 ഞാൻ വീണ്ടും ജൂറിയായി, ലാൽ നല്ല നടനായി. ഇദ്ദേഹം ജൂറി ആയതുകൊണ്ട് നല്ല നടനായെന്നാണ് പുള്ളി പറയുന്നതിൻ്റെ അർത്ഥം. അല്ലാതെ ഭരതത്തിൽ അഭിനയിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ കിരീടത്തിനല്ല അദ്ദേഹത്തിന് സ്പെഷ്യൽ മെൻഷൻ കിട്ടിയതെന്ന് തോന്നുന്നു ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ. 23 ഭാഷകളിൽ ഒന്നാമൻ. അഭിമാനിക്കാം നമുക്ക്. ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളാണ് ഇവർ രണ്ടുപേരും, ആരും മമ്മൂട്ടിയും മോഹൻലാലും. പക്ഷേ അവരല്ല ഇൻഡസ്ട്രി ഭരിക്കേണ്ടത്. ഗ്രേറ്റ് ആർട്ടിസ്റ്റൊക്കെ തന്നെ ലോകം മുഴുവൻ അംഗീകരിക്കാവുന്ന നടന്മാർ തന്നെ. പക്ഷേ അവർ ഭരിക്കാൻ പാടില്ല മലയാള സിനിമ. ഞാനും എന്നെപ്പോലുള്ള മദ്രാസിലുള്ള കുറേ ബാച്ചുകളുണ്ടല്ലോ, തരികിട ബാച്ചുകൾ, അവരുമാണ് ഭരിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ സിനിമ എടുക്കാത്തത് എനിക്ക് പ്രായമായിപ്പോയി, അനുകൂല സമയമാണ് എനിക്ക്. ഞാനിങ്ങനെ നിരന്തരമായി തെറി വിളിക്കുന്നതുകൊണ്ട് നല്ല അനുകൂല സമയമാണ്. എന്നെക്കൊണ്ട് പറ്റില്ല, സാഹസത്തിന് ഇനി പറ്റില്ല, പ്രാരാബ്ദം താങ്ങാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു, BBC എന്നൊരു ലേഖിയെ വിളിച്ചു അഭിമുഖത്തിന്, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പത്രസമ്മേളനത്തിലെല്ലാം ഈ ഞാനാണ്, അതാണ് പ്രശ്നം. പാട്ടെഴുതാൻ തുടങ്ങിയിട്ട് 59 വർഷം, സംവിധായക നിർമ്മാതാവായിട്ട് 50 വർഷം, 34 വയസ്സിൽ ഞാൻ നിർമ്മാതാവായി. ആധികാരികമായി ഞാൻ സംസാരിക്കും, എനിക്കതിനുള്ള യോഗ്യതയുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. പക്ഷേ മറുപടി കൂടെ താങ്കൾ കേൾക്കണം, പ്രതിപക്ഷ ബഹുമാനം വേണം. 15 വർഷം ഫിലിം ചേംബർ ഭരണസമിതിയിൽ ഞാനുണ്ടായിരുന്നു. താരാധിപത്യം ഉണ്ടായിരുന്നു. പ്രേം നസീർ, സത്യൻ, മധു, രാഘവൻ, വിൻസെൻ്റ്, സുധീർ, ഇവരെ പവർ ഗ്രൂപ്പായി ആരും കണ്ടില്ല. പ്രേം നസീറും സത്യനും ഒരുമിച്ച് അഭിനയിച്ചു. സംവിധായകനും നിർമ്മാതാവും തീരുമാനിക്കും ആര് നായിക ആര് നായകനെന്ന്. സംവിധായകനും നിർമ്മാതാവും ഇദ്ദേഹമായിട്ടും, നിങ്ങൾക്ക് അണ്ടർലൈനിട്ട് കേട്ടോ, ഇദ്ദേഹം പറയാണ് സംവിധായകനും നിർമ്മാതാവും തീരുമാനിക്കും ആര് നായകനാകണം ആര് നായികയാവണം അന്നത്തെ കാലത്ത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. സംവിധായകനും നിർമ്മാതാവും ഇദ്ദേഹമായിട്ടും പ്രേം നസീർ തീരുമാനിച്ചു. ഇദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ, ചന്ദ്രകാന്തം എന്ന് പറഞ്ഞ സിനിമയിൽ, വിജയശ്രീ നായികയാകേണ്ട, ജയഭാരതി നായികയായാൽ മതിയെന്ന് നസീർ സാർ പറയുകയും വിജയശ്രീയെ കട്ട് ചെയ്ത് വിട്ടു എന്ന് ഇദ്ദേഹം തന്നെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹം തന്നെ പറയാണ് സംവിധായകനും നിർമ്മാതാവും തീരുമാനിക്കും ആരഭിനയിക്കണം, ആര് നായികയാവണം, ആര് നായകനാവണം എന്ന്. ഒരേ സമയം രണ്ടും പുള്ളി തന്നെ പറയും. മറന്നുപോയതായിരിക്കും കക്ഷി. നസീർ
ഒരാവശ്യവും പറയില്ലായിരുന്നു. കഥ ഇന്ന് സൂപ്പർ സ്റ്റാർ തീരുമാനിക്കും, സംവിധാനം ചെയ്യേണ്ടത് ആരെന്ന് തീരുമാനിക്കും. അപ്പോൾ താരമേധാവിത്വം വന്നു. മോഹൻലാൽ പറയുന്ന കഥ, മോഹൻലാൽ പറയുന്ന എഴുത്തുകാരൻ, മോഹൻലാൽ പറയുന്ന സംവിധായകൻ, എന്നെപ്പോലൊരു ആളെ ബഹുമാനിക്കണം, പ്രായത്തെ ബഹുമാനിക്കണം. സംവിധായകരെ താരങ്ങൾ സൃഷ്ടിച്ചു. കഥ പറഞ്ഞാൽ അത് ജോഷി ചെയ്യട്ടെ അല്ലെങ്കിൽ മറ്റ് സംവിധാനം ചെയ്യട്ടെ എന്നൊക്കെ മോഹൻലാലും മമ്മൂട്ടിയും പറയുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജോഷി സാർ ഒരു സെറ്റിലും പോയി ഒരു നടൻ്റെയും ഡേറ്റിന് വേണ്ടി നടന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പ്രോജക്റ്റൊക്കെ റെഡിയായി വന്ന് ഒരു സ്ക്രിപ്റ്റും ഒക്കെ റെഡിയായി വന്നാൽ നമുക്ക് ഇന്ന ആളായി കൊള്ളാം, അയാൾ ചെയ്താൽ കൊള്ളാമായിരിക്കും, നിങ്ങളൊന്ന് അന്വേഷിക്കുമെന്ന് പറയാല്ലാതെ ജോഷി സാർ ഒരു നടൻ്റെയും ഡേറ്റ് ചോദിച്ച് പോയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബുദ്ധിമാന്മാർ സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങി, കാലം മാറി, പവർ ഗ്രൂപ്പ് തകർന്നു, നായക പരിവേഷം മാറി, സുന്ദരൻ നായകൻ വേണ്ട. മുന്നേറ്റത്തിന് ശേഷം ആ വിനീതനായ മമ്മൂട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെന്തിന് വിളി കേട്ടിന് താങ്കൾ വിളിച്ചു എന്ന് ആരും ചോദിച്ചില്ല. മുന്നേറ്റത്തിന് ശേഷം മമ്മൂട്ടി ജാട കാണിച്ചെങ്കിൽ ഇദ്ദേഹം എന്തിനാ പിന്നെ വിളി കേട്ടു എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടിയെ വച്ചത്? അത് മോഹൻലാൽ മമ്മൂട്ടി ധനഞ്ജയൻ എന്ന് പറഞ്ഞ മുന്നേറ്റത്തിൻ്റെ ക്യാമറാമാനെ വിളി കേട്ടിൽ വയ്ക്കരുത് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അറിയപ്പെടാത്ത മമ്മൂട്ടിയെ ഞാൻ നായകനാക്കി. കഷ്ടമാണ് കേട്ടോ. താരമേധാവിത്വം വന്നപ്പോൾ മാറ്റ വന്നു. അടുത്ത കണ്ടുപിടുത്തമാണ് പുള്ളിയുടെ. താരമേധാവിത്വം വന്നപ്പോൾ മാറ്റ വന്നു. അമ്മ അനീതികൾ ചെയ്തു. ശക്തരായ നടന്മാർ മാറ്റയെ തളർത്തി, പിളർന്ന് ഫെഫ്ക ഉണ്ടാക്കി. 100% കള്ളമാണ് പറയുന്നത്. മാറ്റയെ പിളർത്തിയിട്ടില്ല. ഇതാ ഇപ്പോൾ നമ്മളെ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നാളെ പിറ്റേ ദിവസം നാളെ MTക്ക് 1 ലക്ഷം രൂപയും ഫലകവും ഒക്കെ കൊടുക്കുന്ന വലിയ ഫംഗ്ഷൻ എറണാകുളത്ത് നടക്കുന്നുണ്ട് മാറ്റയുടെ. മാറ്റ അല്ല പിളർത്തിയത്. മാറ്റ ഫെഡറേഷൻ എന്ന് പറഞ്ഞ് ഒരു തെമ്മാടി കൂട്ടങ്ങൾ കൊണ്ടു നടന്നൊരു സംഘടനയാണ് ഭാര്യയെ കൂട്ടിക്കൊടുത്തായാലും സിനിമ ചെയ്താൽ മതി ചില സംവിധായകർക്കെന്ന് പ്രസംഗിച്ചതിൻ്റെ പേരിൽ പൂട്ടിയത്. എന്നിട്ടാണ് ഫെഫ്ക ഉണ്ടാക്കിയത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അമ്മ സൃഷ്ടിച്ചതാണ് ഫെഫ്ക. തമ്പിയെ പോലുള്ളവരെ മാറ്റാൻ ഫെഫ്ക ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമ്പിയെ പോലുള്ളവരെ മാറ്റാൻ ഫെഫ്ക എന്തിനെന്നേ? സ്വയം മാറി നിൽക്കുന്ന ആളിനെ ഇനി മാറ്റണം എന്തിനാ? അമ്മയുടെ നേതാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന നേതാവാണ് ഉണ്ണികൃഷ്ണൻ. ഇങ്ങനെ അതായത് കാടടച്ച് വെടിവെക്കുക എന്ന് പറഞ്ഞതുപോലെ ആരെക്കുറിച്ചും പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വെറുതെ. ഉണ്ണികൃഷ്ണനെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്നു. ഇദ്ദേഹം അവസാനമായിട്ട് ചെയ്ത അമ്മയ്ക്കൊരു താരാട്ടം എന്ന പടത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഞാനായിരുന്നു. ഇതുപോലൊരു ചിങ്ങമാസം ഓണത്തിന് 2 ദിവസമായിട്ടുള്ളപ്പോൾ പടം ഷൂട്ടിൽ തീർന്നു. ഇദ്ദേഹം അതിൻ്റെ ആർട്ട് ഡയറക്ടറെ, കലാസംവിധായകൻ, മേക്കമ്മൻ ആർക്കും പൈസ കൊടുക്കില്ല. ആകെ പ്രശ്നമായി. ഇവർ ഫെഫ്കയിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അവിടുന്ന് എന്നെ ആദ്യം സിബി മലയിൽ വിളിച്ചു. ദിനേശേ, അദ്ദേഹം വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം, എങ്ങനെയെങ്കിലും ദിനേശ് അത് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. ഞാനല്ല അസോസിയേറ്റ് ഡയറക്ടർ. ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു. ഇദ്ദേഹം വഴങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ വിളിച്ചു. ദിനേശേ, ഞാൻ എന്തെങ്കിലും ഇടപെടുകയും അത് വെച്ച് പത്രസമ്മേളനം നടത്താനായിരിക്കും പുള്ളി ഇരിക്കുന്നത്, അതുകൊണ്ട് ദിനേശ് അത് സോൾവ് ചെയ്യണം ദിനേശ് എന്ന് പറഞ്ഞു. ഞാൻ കയറി ചെന്നിട്ട് അല്പം ഷാർപ്പായിട്ട് പറഞ്ഞു, ഓണത്തിന് 2 ദിവസമേ ഉള്ളൂ സാർ, നിങ്ങളെ വിശ്വസിച്ച് ഇത്രയും ദിവസം കൂടെ നിന്ന ആളുകളല്ലേ സാർ, അവരെ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യും. അവസാനം പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ അസോസിയേറ്റാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ഒരു വീണ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ 2 പേരും കൂടെ സെറ്റിൽ ചെയ്തോ, ഞാൻ വിടുന്നു എന്ന് പറഞ്ഞു. ഓരോ ടെക്നീഷ്യന്മാരും അവർക്ക് കൊടുക്കാനുള്ള പൈസയിൽ നിന്ന് ഒരു നല്ല ശതമാനം കുറച്ച് ഞാൻ മാന്യമായിട്ട് അത് സെറ്റിൽ ചെയ്ത് കൊടുത്തു. പുള്ളി കരുതിയത് അങ്ങനെയല്ല. പൈസ കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഇടപെടും. ഉണ്ണികൃഷ്ണൻ ഇടപെട്ട ഉടൻ തന്നെ ഇപ്പോൾ നടത്തിയതുപോലെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഫെഫ്കയുടെ നേതാക്കന്മാർക്കെതിരെ തെറി വിളിക്കാമെന്നാണ് പുള്ളി വിചാരിച്ചത്. ഇതാണ് ഈ പറയുന്ന ദുർവാസാവായ കവിയുടെ സ്വഭാവം. ഇപ്പോൾ ഈ പൈസ കൊടുത്ത് പൈസ അടച്ച് പ്രസ് ക്ലബ്ബ് ബുക്ക് ചെയ്ത് എന്തിനാണ് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയെന്ന് എനിക്കറിയില്ല. തലേ ദിവസം തൊഴുത് അനുഗ്രഹം വാങ്ങിച്ച് ഇദ്ദേഹം കൊടുത്ത ഷീൽഡ് 1 ലക്ഷം രൂപയും വാങ്ങിച്ചുകൊണ്ട് മോഹൻലാലിനെ തെറി വിളിക്കാനായിട്ട് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഇനി ഒന്നും ചെയ്യില്ല എന്ന് വെച്ചതാണ്. പക്ഷേ നമ്മുടെ ചാനൽ കാണുന്നവരുടെയൊക്കെ പ്രശ്നം, ചേട്ടാ മറ്റേ കവി ഇറങ്ങിയിട്ടുണ്ട്, മോഹൻലാലിനെയും മമ്മൂട്ടിയൊക്കെ തള്ളയ്ക്ക് വിളിക്കുന്നു, മറുപടി പറയണ്ടേ? ഞാൻ പറഞ്ഞില്ല, ഞാനത് പറയുന്നില്ല. ചേട്ടൻ പേടിക്കാതെ ചേട്ടാ, ചേട്ടൻ പറ, സാറ് പറ സാറേ എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഇത് ചെയ്തത്. എന്നിട്ട് ഞാൻ മാന്യത പുലർത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ കാണിച്ചത് ശുദ്ധ പോക്കൃത്തനമെന്നേ ഞാൻ പറയൂ. ഒരു മനുഷ്യനെ 38 വർഷം തെറി വിളിച്ചിട്ട് പോലും എൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ആദ്യമായിട്ട് നിനക്കാണ് തരുന്നത്, വന്ന് വാങ്ങണമെന്ന് പറഞ്ഞപ്പം വളരെ സന്തോഷത്തോടു കൂടി വന്ന് വാങ്ങി തൊഴുത് വാങ്ങിക്കൊണ്ട് പോയ മനുഷ്യൻ ആ ഷീൽഡും 1 ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ട് എറണാകുളം എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വൈറ്റില എത്തുന്നതിന് മുമ്പ് സ്വന്തം പൈസ മുടക്കി പ്രസ് ക്ലബ്ബ് ബുക്ക് ചെയ്ത് അവിടെ ഇരുന്ന് ചീത്ത വിളിച്ചത് വളരെ ബോറായിപ്പോയി. അതിനേക്കാളും അദ്ദേഹം ഞാൻ പറയുന്നത് മോഹൻലാൽ ചെയ്യേണ്ടത് ആ ഷീൽഡ് 1 ലക്ഷം രൂപ തിരിച്ചയച്ചു കൊടുക്കണം. ഇതടക്കണം തൻ്റെ കൂടും കുടുക്കി എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കണം. കാരണം ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ കാണിച്ച ഈ ചെറ്റത്തരത്തിന്
അതാണ് പ്രതിവിധി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 വർഷം കുഴലിലിട്ടാലും ചില വാലുകൾ നൂരില്ല, അതിലൊന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേദനിച്ചില്ല എങ്കിലും നമ്മുടെ ഈ ദുർവാസ കവിക്കെങ്കിലും വേദനിച്ചുവെങ്കിൽ അദ്ദേഹം അത് അർഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ പിണറായി സഖാവ് ഈ പ്രോഗ്രാം ഇദ്ദേഹം നടത്തിയ പത്രസമ്മേളനം കണ്ടോമെങ്കിൽ പിണറായി സഖാവിനും തോന്നും, അയ്യോ ഈ മനുഷ്യന് തലയ്ക്ക് സുഖമില്ല എന്നേ തോന്നും. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ പേമാരി പെയ്യുന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യനൊരു ഷീൽഡ് എടുത്ത് കൊടുത്തിട്ട് അയാൾ ആ ഷീൽഡും പൊക്കി പിടിച്ച് എറണാകുളത്ത് വീടെത്തുന്നതിന് മുമ്പ് അയാളെ തെറി പറയാൻ പത്രസമ്മേളനം നടത്തുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പിണറായി അറിഞ്ഞാൽ ചോദിക്കും, ഈ മനുഷ്യൻ എന്ത് പറ്റിയും, ഇയാൾ നോർമൽ അല്ലേ എന്ന് തന്നെ ചോദിക്കും. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇത് എന്നെ ദീർഘിച്ചു പോയി എന്ന് തോന്നും. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ചരിത്രം വളച്ചൊടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കൂ. ചന്ദ്രകാന്തത്തിൽ പ്രേം നസീർ വിജയശ്രീയെ ബുക്ക് ചെയ്തിരുന്നതിനെ മാറ്റി ജയഭാരതിയെ ആക്കിയിട്ടില്ലേ എന്ന് താങ്കൾ അന്വേഷിച്ച് നോക്കൂ. വിജയശ്രീ തന്നെ ഈ ദുർവാസവനോട് കരഞ്ഞു ചോദിച്ചു, സാർ എന്തിനാ സാറേ എന്നെ ബുക്ക് ചെയ്തിട്ട് മാറ്റിയതെന്ന്. അപ്പോൾ നസീർ സാറൊന്നും ആരെയും മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത് കള്ളമാണ്. ഇതുപോലുള്ള കളികൾ നസീർ സാറും ചില്ലറ കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ചന്ദ്രകാന്തത്തിൽ വിജയശ്രീയെ മാറ്റിയത്. ഇതൊക്കെ പുള്ളി മറന്നുപോയോ എന്തോ എനിക്കറിയില്ല. ചിലപ്പോൾ പ്രായാധിക്യം മറന്നു പോകണമായിരിക്കും, ഐസിയും കണ്ടൻസറൊക്കെ അടിച്ച് പൊയ്ക്കാണ്. എന്തായാലും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സ്വസ്ഥത വരില്ല. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. എല്ലാ നമ്മുടെ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിറ്റ് ഉണ്ണരുത്. മാനിക്കാത്തിടം ചെല്ലരുത്, മാനം വിറ്റ് ഉണ്ണരുത്. മലർന്നു കിടന്നു തുപ്പരുത്, ഇരിക്കും കൊമ്പ് മുറിക്കരുത്.